അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമകളിൽ ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? നിന്റെ ഭാര്യ ആരാണെന്ന് നീ മനസ്സിലാക്കണം. നീ വിവാഹം കഴിച്ച് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ആരാണ്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആരാണെന്ന് നീ ഒന്ന് മനസ്സിലാക്കണം. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകനതാ ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു വരുമ്പോ അതാ മക്കയിൽ വല്ലാത്ത പീഡനങ്ങളാണ്. എവിടെ നോക്കിയാലും മുസ്ലിമീങ്ങളെ വല്ലാതെ പീഡിപ്പിക്കുകയാ. പട്ടിക തല്ലുന്നത് പോലെ കാണുന്നവനും വരുന്നവനും പോകുന്നവരുമല്ല ഖുറൈശികൾ മുസ്ലിമീങ്ങളെ തല്ലിച്ചതയ്ക്കുകയാണ്. അവസാനം ഗതിയില്ലാതെ വന്നപ്പോ, പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോ സഹാബത്ത് മുഴുവനും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് കടന്നു വന്നിട്ട് അവിടുന്ന് പരാതികൾ ഇങ്ങനെ പറയുമ്പോ അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുന്നു, സ്വഹാബാ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാ പറയുകയാ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാ പറയുകയാണ്. അങ്ങനെ സ്വഹാബത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നുപോയി. പടച്ചവരെ, പോകുന്ന സമയത്ത് കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ കളഞ്ഞിട്ട് വെറും കയ്യോടെയാണ് കടന്നുപോയത്. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും അല്ലാഹുവേ മക്കയിൽ ഉപേക്ഷിച്ചിട്ട് ഇട്ടിരുന്ന വസ്ത്രത്തോടെ പാവപ്പെട്ട മുഹാജിരീങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു പോവുകയാണ്. പക്ഷേ മക്കയിൽ നിന്ന് കടന്നുപോയ മുഹാജിറുകളെ അൻസാരികൾ സ്വീകരിച്ചത് എങ്ങനെന്നറിയുവോ? മദീന നിവാസികളെ സ്വീകരിച്ചത് എങ്ങനെയെന്നറിയുവോ? വല്ലാത്ത സ്വീകരണമായിരുന്നു. ഒന്നുമില്ലാതെ കടന്നുപോയ മദീന നിവാസികള് ഒന്നുമില്ലാതെ മദീനയിലേക്ക് കടന്നുപോയവർക്ക് അല്ലാഹുവേ രണ്ട് വീടുള്ളവർ ഒരു വീട് കൊടുത്തു, വാഹനമുള്ളവർ വാഹനം കൊടുത്തു, പണമുള്ളവർ പണം കൊടുത്തു. രണ്ടിൽ കൂടുതൽ ഭാര്യമാരുള്ളവർ തലാഖ് പറഞ്ഞിട്ട് അവരുടെ ഭാര്യമാരെ സദാ മുഹാജിരീങ്ങൾക്ക് കൊടുത്തു. എല്ലാം കൊടുത്തവര് സഹായിച്ചു. എന്റെ പ്രിയമുള്ളവരെ, മുഹാജിരീങ്ങൾ അൻസാരിങ്ങൾ സഹായിച്ചു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഭർത്താക്കന്മാരെ, നിന്റെ ഭാര്യ ആരാണെന്നറിയുവോ? നിന്റെ ഭാര്യ ആരാണെന്നറിയുവോ? അവള് മുഹാജിറിനെ പോലെ ഹിജ്റ ചെയ്ത് വരുന്നവളാണ് നിന്റെ ഭാര്യ. നീ അവളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാ പിന്നെ നിന്റെ ഉമ്മയാണ് അവളുടെ ഉമ്മ, നിന്റെ വാപ്പയാണ് അവളുടെ വാപ്പ, നിന്റെ കൂടപ്പിറപ്പാണ് അവളുടെ കൂടപ്പിറപ്പ്, നിന്റെ കുടുംബക്കാരാണ് അവളുടെ കുടുംബക്കാര്, നിന്റെ കൂട്ടുകാരാണ് അവളുടെ കൂട്ടുകാര്. പടച്ചവനെ, എല്ലാം വിട്ടെറിഞ്ഞിട്ട് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാണ് നിന്റെ ഭാര്യ. അവളുടെ മാതാപിതാക്കള്, അവളുടെ കൂടപ്പിറപ്പുകള്, അവളുടെ കൂട്ടുകാര്, അവളുടെ മോഹങ്ങള്, അവളുടെ നാട്, ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് നിന്റെ ജീവിതത്തിലേക്ക് ഒരു മുഹാജിറിനെ പോലെ കടന്നു വന്നവളാണ് നിന്റെ ഭാര്യ. അതുകൊണ്ടൊരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? യാ സ്വഹാബാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നീ അവൾക്ക് ചെലവിന് കൊടുക്കൽ നിന്റെ ബാധ്യതയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? അവൾക്ക് ചെലവിന് കൊടുക്കല്. നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. നീ ധരിക്കുന്നത് പോലെ വിലപിടിപ്പുള്ള വസ്ത്രം നിന്റെ ഭാര്യയെയും നീ ധരിപ്പിക്കണം. അവൾക്ക് താമസിക്കാൻ വീട് വെച്ച് കൊടുക്കണം. എല്ലാം ചെയ്തു കൊടുക്കൽ നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഭാര്യയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച കാലം നിനക്കോർമ്മയുണ്ടോ
ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, എന്റെ താടിയൊക്കെ നിറച്ച ഉപ്പമാരോട് ചോദിക്കുകയാ, വാപ്പാ നിന്റെ ഭാര്യയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കടിച്ച കാലം നിനക്ക് ഓർമ്മയുണ്ടോ? അള്ളാന്റെ റസൂല് പറയുകയാ, ഇവിടത്തെ ഏറ്റവും നല്ല വീട് ഏതെന്നറിയുമോ? അള്ളാഹുവിന്റെ റഹ്മത്തിറങ്ങുന്ന, പടച്ചവന്റെ കാരുണ്യമുണ്ടാകുന്ന, ബർക്കത്തുണ്ടാകുന്ന വീട് ഹാജിയാരുടെ വീടല്ല, ഖുർആൻ പഠിച്ചവന്റെ വീടല്ല. ഈ നാട്ടിൽ അല്ലാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങുന്ന ഭവനമേതെന്നറിയുമോ? ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടല്ലോ. ഒരു പാത്രത്തില് പടച്ചവനെ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഭവനമുണ്ടല്ലോ. ആ ഭവനത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഓർമ്മയുണ്ടോ ചെറുപ്പക്കാരാ? പടച്ചവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടിന്റെ അകത്ത് കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഭക്ഷണം ഉണ്ടാക്കി വെച്ചു, നിന്റെ ഉമ്മ കടിച്ചു, നിന്റെ വാപ്പ കടിച്ചു, കൂടപ്പിറപ്പുകൾ കടിച്ചു, കുടുംബക്കാര് കടിച്ചു, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ സമയമായപ്പോ അവളെ വിളിക്കുകയാണ്. അവള് പറഞ്ഞില്ല, ഇക്ക വരട്ടെ, ഭർത്താവ് വരട്ടെ, ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കുടുംബക്കാര് മുഴുവനും ഭക്ഷണം കടിച്ചിട്ട് കിടന്നുറങ്ങി. പാവപ്പെട്ട ഭാര്യ വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുകയാ. തന്റെ ഭർത്താവ് വരുമ്പോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് കാത്തിരുന്ന് വീടിന്റെ മുന്നിലിരുന്ന് ഉറങ്ങുകയാണ്. അല്ലാ, അവസാന പാതിരാത്രി ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വന്നു. ഭാര്യ സലാം പറഞ്ഞുകൊണ്ട് കവാടം തുറന്നു. അല്ലാ, ഭർത്താവ് പറയുന്ന മറുപടി, പെണ്ണേ നീ ഭക്ഷണം കഴിച്ചോ? എനിക്കൊന്നു വേണ്ട. ഞാൻ എന്റെ കൂട്ടുകാരുടെ കൂടെ പോയി വയറ് നിറച്ച് ഹോട്ടലിൽ നിന്ന് മന്തി ബിരിയാണി തിന്നു. ആവശ്യം പോലെ ഞാൻ ഭക്ഷണം കഴിച്ചോ? വേണമെങ്കിൽ നീ കടിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. അല്ലാ, പ്രിയപ്പെട്ട ഭാര്യ അവസാനം ഇതിന്റെ ബലിന്റെ മുകളിൽ എഴുതി വെച്ച ഭക്ഷണത്ത് വെച്ച ഭക്ഷണ പൊതിയുടെ മുന്നിലേക്ക് പോയിരുന്നല്ല, തിന്നാ കഴിയുന്നില്ല. കാത്തിരുന്നിട്ട് റബ്ബേ കടിച്ചായിറങ്ങുന്നില്ല. അവസാനമെല്ലാം അതുപോലെ എടുത്തു വെച്ചിട്ട് ആ പാവപ്പെട്ടവളല്ല വിശക്കുന്ന വയറോടെ പട്ടിണി കിടക്കുമ്പോ, എന്റെ ചെറുപ്പക്കാരാ, മോനെ നിനക്ക് വയറ് നിറച്ച് നീ കടിച്ചെങ്കിലും ആ പാവപ്പെട്ടവരുടെ കൂടെ പോയിരുന്നിട്ട് അവളുടെ പാത്രത്തിൽ നിന്ന് ഒരു പിടി ചോറെങ്കിലും നിനക്കൊന്ന് വാരി കടിച്ച എന്തേ നിനക്ക് സംഭവിച്ചു പോവുക? ആ പാവപ്പെട്ടവൾക്ക് സന്തോഷമാകില്ലേ? അവൾക്ക് സമാധാനമാകില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകര് വിശക്കുന്ന വയറോട് ആയിഷ ബീവിയുടെ വീടിന്റെ അകത്തേക്ക് കടന്നു വരികയാണ്. വിശക്കുന്ന വയറോടെ കിടന്നു വന്നു. അള്ളാന്റെ റസൂല് ചോദിച്ചു, ആയിഷ കടിക്കാൻ വല്ലതുമുണ്ടോ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ 3 റൊട്ടി എടുത്തുകൊണ്ടുവന്ന് അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചു കൊടുത്തു. ഈ 3 റൊട്ടിയല്ലാതെ ഒന്നുമില്ല നബിയേ. അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ 3 റൊട്ടി കഷ്ടമെടുത്തുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചു കൊടുത്തു. അല്ലാ, പ്രവാചകന് വിശപ്പിന്റെ കാഠിന്യത്താൽ അതെടുത്തങ്ങ് കഴിക്കുകയാ. 3 ചപ്പാത്തിയും തിന്നു, 3 റൊട്ടിയും തിന്നു. തിന്നു കഴിഞ്ഞപ്പോഴാണ് ചിന്തിക്കുന്നതല്ലാ, ഈ വീടിന്റെ കത്തിരി ഒന്നുമില്ലല്ലോ തമ്പുരാര്, എന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുത്തില്ലല്ലോ അല്ലാ, അവൾക്ക് കടിക്കാനൊന്നും ബാക്കി വെച്ചില്ലല്ലോ അല്ലാ. അള്ളാന്റെ റസൂലിന്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, അള്ളാന്റെ റസൂലിന്റെ കണ്ണിങ്ങനെ നിറയുകയാണ്. താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. എന്നിട്ട് അള്ളാന്റെ റസൂല് ചോദിച്ചു, ആയിഷ എനിക്ക് പൊരുത്തപ്പെട്ട് തരുവോ ആയിഷ?
നിനക്ക് കഴിക്കാൻ ഞാനൊന്നും ബാക്കി വെച്ചില്ലല്ലോ, മുഴുവനും ഞാൻ അറിയാതെ തിന്നുപോയല്ലോ. എനിക്ക് പൊരുത്തം തരുവോ ആയിഷ, എനിക്ക് പൊരുത്തപ്പെട്ട് തരുവോ ആയിഷ? പഠിക്കണം ഭർത്താക്കന്മാര്, ഇത് നിന്റെ ജീവിതത്തിൽ പഠിക്കാറുള്ള ചരിത്രമാ. അള്ളാന്റെ റസൂല് പ്രിയപ്പെട്ട ഭാര്യയോട് പൊരുത്തം ചോദിക്കുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അവിടെന്ന് പറഞ്ഞ മറുപടി, നബിയേ നിങ്ങൾ കഴിക്കുന്നത് കണ്ടപ്പോഴേ എന്റെ വയറ് നിറഞ്ഞുപോയി നബിയേ, നിങ്ങൾ കഴിക്കുന്നത് കണ്ടപ്പോഴേ എന്റെ വയറ് നിറഞ്ഞു നബിയേ. അള്ളാന്റെ റസൂല് ചോദിച്ചു, നിനക്കെന്ത് വേണം ആയിഷ? ആയിഷ നിനക്കെന്താണ് വേണ്ടത്? യാ റസൂലല്ലാഹ്, സ്വർഗത്തിലും നിങ്ങളുടെ ഭാര്യയായിട്ട് എനിക്ക് നടക്കണം നബിയേ, സ്വർഗത്തിലും നിങ്ങളുടെ ഭാര്യയായിട്ട് നടക്കണം നബിയേ. ആരായത് പറഞ്ഞതെന്നറിയോ? ആരായത് പറഞ്ഞതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുകയാ, പട്ടിണിയായിരുന്നു തന്റെ വീടിന്റെ അകത്ത്, വല്ലാത്ത പട്ടിണിയായിരുന്നു, കഴിക്കാൻ ഭക്ഷണമില്ല. മാസങ്ങളോളം തന്റെ വീടിന്റെ അകത്ത് അടുപ്പ് കത്തിച്ചിട്ടില്ല, വിളക്കിനകത്തൊടിക്കുന്ന എണ്ണ പോലും വിശപ്പ് കാരണം എടുത്ത് കുടിക്കുമായിരുന്നു. അല്ലാഹുവേ, ഒരു ദിവസം പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്നിട്ട് ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ വിശക്കുന്നു, എനിക്ക് വല്ലതും കഴിക്കാതാ? ആയിഷ ബീവി അതാ തലതാഴ്ത്തി നിൽക്കുകയാണ്, കൊടുക്കാനൊന്നുമില്ല. ഭർത്താവ് വീട്ടിൽ കയറി വന്ന് ചോദിച്ചിട്ട് കൊടുക്കാൻ ഭക്ഷണമില്ല. അള്ളാന്റെ റസൂലിന് മനസ്സിലായി, കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും തായിഷ. ആയിഷ ബീവി കരയുകയാ, കാരണം പച്ചവെള്ളം പോലും ഇല്ല തന്റെ ഭർത്താവിന് കൊടുക്കാ. പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ച് അള്ളാന്റെ റസൂല് വീടിന്റെ അകത്ത് കയറി കിടക്കുമ്പോ അവിടത്തെ വയറിങ്ങനെ ഒട്ടിക്കിടക്കുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല. അവസാനം അടുത്ത് നിന്നിരുന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ വയറിന്റെ മുകളിൽ കൈവച്ചിട്ട് അതാ ആയിഷ ബീവി ഇരുന്ന് കരയുകയാ. അള്ളാന്റെ റസൂല് ഞെട്ടിയുണർന്നു, എന്തേ ആയിഷ, എന്തേ ആയിഷ? അള്ളാന്റെ റസൂലിനോട് പറയുന്നു, സഹിക്കുന്നില്ല നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? നീ എന്റെ കൂടെ ഇല്ലേ ആയിഷ, നീ എന്റെ കൂടെ ഇല്ലേ ആയിഷ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. വാപ്പാ, നീ നിന്റെ ഭാര്യയുടെ കൂടെയല്ലാതെ ഭക്ഷണം കഴിക്കരുത്. ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം വാരി കഴിച്ചാ ഒരു മടിയും നിനക്ക് വേണ്ട, ഒരു ലജ്ജയും നിനക്ക് വേണ്ട. ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് അതാ ഒരു മനുഷ്യൻ അല്പം പാല് കൊണ്ടുവന്ന് കൊടുക്കുകയാ, ഒരു പാത്രത്തിൽ അല്പം പാല് കൊണ്ടുവന്ന് കൊടുത്തു. അള്ളാന്റെ റസൂല് തന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തു. താൻ കുടിക്കുന്നതിന് മുമ്പ് ഭാര്യയ്ക്ക് കൊടുത്തു. ആയിഷ കുടിക്ക ആയിഷ. ആയിഷ ബീബി പാല് കൊടുക്കുകയാണ്. മതി നബിയേ, കുടിക്ക ആയിഷ, വയറ് നിറച്ച് കുടിക്ക ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല വയറ് നിറച്ച് പാല് കുടിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, നബിയേ, മതി നബിയേ, ഇനി എന്നെ കൊണ്ട് കുടിക്കാ കഴിയില്ല നബിയേ. പാലിന്റെ പാത്രം തിരിച്ചു കൊടുക്കുമ്പോൾ അള്ളാന്റെ റസൂല് കൈകൊണ്ട് വാങ്ങി. ഭർത്താക്കന്മാര് കേട്ടോ, ഭർത്താക്കന്മാര് കേട്ടോ, അള്ളാന്റെ റസൂൽ ആ പാത്രം ഇങ്ങനെ കയ്യിൽ വാങ്ങിയിട്ട് ആ പാത്രം ഇങ്ങനെ തെരയുകയാണ്, എന്തോ തെരയുകയാണ്. ആയിഷ ബീബി ചോദിച്ചു, എന്തേ നബിയെ തെരയുന്നത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, ആയിഷ, നിന്റെ ചുണ്ട് വെച്ച് കുടിച്ച സ്ഥലം തെരയുകയാണ് ആയിഷ. നീ എവിടെ വെച്ചാണ് ഈ പാത്രത്തിന്റെ ഏത് ഭാഗമാണ് നീ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചതെന്ന് തെരയുകയാ. അവസാനം കണ്ടുപിടിച്ചിട്ട് തന്റെ ഭാര്യയുടെ ചുണ്ടിരുന്ന അതേ ഭാഗത്ത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ ചുണ്ട് വെച്ചിട്ട് പാല് കുടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ
പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര്, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ കരുണയുണ്ടാകണോ, പടച്ചവന്റെ റഹ്മത്തിറങ്ങണോ, നിന്റെ വീട്ടിൽ സന്തോഷം വേണോ, നിന്റെ വീട്ടിൽ സമാധാനം വേണോ, നിന്റെ വീട്ടിൽ ബർക്കത്ത് വേണോ, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അത് കൈവക്കിക്ക്, ഒരുമിച്ചിരുന്ന് കഴിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചുമ്മാതല്ല നിന്റെ വീട്ടിൽ ബർക്കത്തുണ്ടാവാത്ത, നിന്റെ വീട്ടിൽ ബർക്കത്തുണ്ടാകാത്ത എന്തേ? അതെങ്ങനെ? അവള് നേരത്തെ തിന്നും, നീ പള്ളിയിൽ നിന്ന് പോയി തിന്നും, കടയിൽ നിന്ന് പോയി കിടന്നുറങ്ങി. ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കണം. അങ്ങനെ കഴിക്കുമ്പോൾ നിനക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം, അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാകുമെന്ന് നബിയനാ റസൂലുള്ളാഹി. നബിയനാ റസൂലുള്ളാഹി തുടങ്ങിക്കോ. ഇന്ന് മുതൽ പഠിച്ചോ, ഇന്ന് മുതൽ പഠിച്ചോ. അതെങ്ങനെ? പണ്ട് നമ്മുടെ ഉമ്മ ഒരു പാത്രത്തിനകത്ത് കറിയെല്ലാം കൂടെ വാരിയിട്ടിട്ട് ചോറങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുഴയ്ക്കും. എല്ലാം കൂടെ ആ പാപ ഇങ്ങനെ കൈയിട്ടങ്ങോട്ട് കുഴച്ചിട്ട് ഉമ്മ ഇങ്ങനെ പിടിച്ച് ഉണ്ടയാക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോ നമ്മള് പോവും, ഉമ്മ വായി തരും പഠിച്ച്, അല്ലേ? നമ്മളെ കൊതിയായിരുന്നു ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഒരുവരുള്ള ഭക്ഷണം വാങ്ങി കഴിക്കാൻ. എന്നാ ഇന്നത്തെ മക്കള് തിന്നോ? ഉമ്മ ചോറ് കുഴച്ച ഏത് മോനെ വാങ്ങി തിന്നണേ? തിന്നൂല്ല. ഉമ്മാടെ കയ്യിൽ നിന്ന് മേടിച്ച് തിന്നുന്നില്ല. ഇനിയപ്പോ ഭർത്താവും പെണ്ണും പിള്ളയും കൂടെ ഒരുമിച്ച് കഴിക്കണത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ബർക്കത്ത് വേണോ, സമാധാനം വേണോ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. നീ ഹോട്ടലിൽ പോയി പണ്ടവൻ നിറച്ചിട്ട് വീട്ടിൽ പോണ്ട. നീ വയറ് നിറച്ച് കഴിച്ചിട്ട് പോയാലും ആ പാവപ്പെട്ടവരുടെ കൂടെ ഇരുന്ന് കഴിക്കണം. നീ മട്ടൻ ബിരിയാണി, മന്ത ബിരിയാണി, ആ പാവപ്പെട്ടവള് ചപ്പാത്തി, ഇതവസ്ഥ. നീ ഇഷ്ടമുള്ളിടത്ത് പോയി വയറ് നിറച്ച് തിന്നിട്ട് പാവപ്പെട്ടവർക്ക് കഞ്ഞിയും പയറും, അത് പാടില്ല. നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്കും കൊടുക്കൽ നിന്റെ കടമയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി. രണ്ട് നിനക്ക് വിലപിടിപ്പുള്ള വസ്ത്രം, പാവപ്പെട്ടവർക്ക് മാക്സി ചെറിയത് 150 രൂപ 450 രൂപ, നിനക്ക് 2000 3000. നീ ധരിക്കുന്നത് പോലെയുള്ള വിലപിടിപ്പുള്ള വസ്ത്രം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. അത് നിന്റെ കടമയാ, വെറുതെയല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന 1 രൂപയും നഷ്ടമുള്ളതല്ല. അള്ളാന്റെ റസൂല് പറയുന്നു, ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് 1 ഉരുള ഭക്ഷണം കൊടുത്താൽ, 1 ചോറ് വാങ്ങിക്കൊടുത്താൽ, 1 അരി കൊടുത്താൽ നിനക്ക് സദക്കയുടെ പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയ്ക്ക് അരി വാങ്ങിക്കൊടുത്തു, ചോറ് വാങ്ങിക്കൊടുത്തു, മീൻ വാങ്ങിക്കൊടുത്തു, വസ്ത്രം വാങ്ങിക്കൊടുത്തു, അവക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുത്തു. വെറുതെയല്ല, മീസാൻ എന്ന ത്രാസിൽ നിനക്കതിന് സദക്കയായി ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നഷ്ടമൊന്നുമില്ല. ചോദിച്ചാ വാങ്ങിക്കൊടുക്കണം. ഒരു മടിയും വേണ്ട. നിനക്കതിന് സദക്കയുടെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ, അവൾക്ക് നീ ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, അവൾക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അതൊരു ഭർത്താവിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പാലിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പാലിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 2 ബോറടിച്ചു തുടങ്ങിയ കാരണം ഭർത്താക്കന്മാർക്കുള്ള പണിയായതുകൊണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അവരെ കുറ്റം പറയുന്നതാണല്ലോ നമുക്കിഷ്ടം. ഇപ്പൊ ഒരു സ്ഥലത്ത് വയലിന് പോകുമ്പോ, പ്രഭാഷണത്തിന് പോകുമ്പോ, പള്ളിയിൽ പോകുമ്പോ കാരണവന്മാര് പറയും, ഉസ്താദെ ഇവിടുത്തെ ചെറുപ്പക്കാരൊന്നും ശരിയല്ല, ഒന്ന് പറഞ്ഞേക്കണം. വയലില് ചെറുപ്പക്കാര് പറയും, ഇവിടുത്തെ പ്രായമുള്ളവരൊന്നും ശരിയല്ല, ഒന്ന് പ്രസംഗിച്ചേക്കണം. ആണുങ്ങൾ പറയും, ഇവിടുത്തെ പെണ്ണുങ്ങളൊന്നും ശരിയല്ല, ഒന്ന് വയല് പറഞ്ഞേക്കണം. പെണ്ണുങ്ങൾ പറയും, ഇവിടുത്തെ ആണുങ്ങളൊന്നും ശരിയല്ല, ഒന്ന് പറഞ്ഞേക്കാൻ. ഞങ്ങൾക്ക് വേണ്ടി വയല് പറയണമെന്ന് ആരും പറയാറില്ല. അതുകൊണ്ട് ആദ്യം നന്നാകേണ്ടത് നമ്മളാ. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. 2 അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള 2ാമത്തെ കടമ എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അള്ളാന്റെ റസൂല് പറയുകയാ, നിന്റെ ഭാര്യയ്ക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവായി നീ മാറണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ ഭാര്യയുടെ മോഡൽ നീയാകണം ചെറുപ്പക്കാരാ. നിന്റെ ഭാര്യയുടെ ഏറ്റവും നല്ല മോഡലായി നീ മാറണം. നീ നിന്റെ ഭാര്യയ്ക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവായി മാറണം. പടച്ചവരെ, 5 നേരം നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന പടച്ചവരെ, നിന്നെ കുറിച്ച് നിന്റെ ഭാര്യയ്ക്ക് നിന്നോട് വല്ലാതെ മതിപ്പായിരിക്കണം, നിന്നോട് വല്ലാത്ത ബഹുമാനമായിരിക്കണം. ഭാര്യ മറ്റുള്ളവരോട് പറയണം, പാതിരാത്രി 12 മണിക്ക് വന്ന് കിടന്നാൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സുബഹി നിസ്കരിക്കാതുറങ്ങൂല. എത്ര പാതിരാത്രി വന്ന് കിടന്നാലും എന്റെ ഇക്ക സുബഹി നിസ്കരിക്കും, എനിക്കിതുപോലെ ഒരു ഭർത്താവിനെ കിട്ടിയല്ലോ എന്ന് പറയപ്പറ്റുന്ന രീതിയില് നിന്റെ ജീവിതത്തെ നീ മാറ്റിക്കിടക്കണം ചെറുപ്പക്കാരാ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കി. അല്ലാഹുവിന്റെ പ്രവാചകനെ ഖബറടക്കിയിട്ട് തിരിച്ചു വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ജനാസ കൊണ്ടുപോയി ഖബറടക്കിയിട്ട് തിരിച്ചു വന്നവര് ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? ജീവിച്ചിരുന്ന ഭർത്താവിനെ കുറിച്ചല്ല, വഫാത്തായി പോയ തന്റെ ഭർത്താവിന്റെ സ്വഭാവത്തെ കുറിച്ച് ചോദിച്ചപ്പോ ഒരു ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? കാന ഖുലുഖുഹു ഖുർആൻ. എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. 50ഉം 60ഉം വയസ്സ് വരെയുള്ള ഭർത്താക്കന്മാർ ഈ സദസ്സിലിരിപ്പുണ്ട്. നിന്റെ ഭാര്യ പറയുവോ വാപ്പാ, നിന്നെ കുറിച്ച് നിന്റെ ഭാര്യ ഒരു നല്ല വാക്ക് പറയുവോ? നിനക്ക് തോന്നുന്നുണ്ടോ പടച്ചവനെ 5 നേരം നിസ്കരിക്കുന്ന ഒരു ഭർത്താവായി മാറാ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയുവോ? ലിൽ മുത്തഖീന ഇമാമാ, ലിൽ മുത്തഖീന ഇമാമാ. നിന്റെ ഭാര്യയ്ക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവായി നീ മാറടൂ. അവർക്ക് ഇമാമത്തായിട്ട് നീ മാറടൂ. അവർക്ക് ഇമാമത്തായി നീ മാറടൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ നന്നായാ നിന്റെ ഭാര്യ നന്നാകും, നിന്റെ മക്കള് നന്നാകും, നിന്റെ കുടുംബം നന്നാകും. നീ തലതിരിഞ്ഞു പോയാ നിന്റെ കുടുംബം തലതിരിഞ്ഞു പോകും ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തെറ്റ് കണ്ടാ തിരുത്താനുള്ള മനസ്സ് നിനക്കുണ്ടാകണം. തെറ്റ് കണ്ടാ തിരുത്തുന്നവനാകണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇതിൽ ഞെളിഞ്ഞിരിക്കുന്ന നിസ്കാരത്തടമ്പുള്ള ഹജ്ജ് ചെയ്ത ഉംറ ചെയ്ത താടിയുള്ള എത്രയോ ഉപ്പമാർ തന്റെ ഭാര്യ തെറ്റ് ചെയ്ത് കണ്ടാ, തെറ്റ് ചെയ്യുന്നത് കണ്ടാ തിരുത്തി കൊടുക്കാത്തവരാ. നിന്നെ അല്ലാഹു വെറുതെ വിടൂല, നിന്നെ അല്ലാഹു വെറുതെ വിടില്ല. നീ എത്ര നിസ്കരിച്ചാല്, എത്ര ഖുർആൻ ഓതിയാല്, എത്ര സദഖ കൊടുത്താല്, എത്ര ഹജ്ജ് ചെയ്താലും, എത്ര ഉംറ ചെയ്താലും, എത്ര വയല് കേട്ടാലും നിന്നെ അല്ലാഹു വെറുതെ വിടൂല. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവരാരെന്നറിയുമോ? അല്ലാഹുവിന്റെ കരുണ കിട്ടാത്ത, പടച്ചവന്റെ റഹ്മത്ത് കിട്ടാത്ത, റബ്ബൊന്ന് മുഖത്ത് പോലും നോക്കാത്ത ആ വൃത്തികെട്ടവര് 3 വിഭാഗമാണ്. അത് കള്ളുകുടികനല്ല, പെണ്ണുപിടികനല്ല, പലിശ തിന്നുന്നവരല്ല, നിസ്കരിക്കാത്തവരല്ല, കാഫിറല്ല. അവരാരെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു 3 വിഭാഗമാ. ഒന്നാമത്തെ വിഭാഗമാരാ? ഭർത്താവേ നീയാ. രണ്ടാമത്തെ വിഭാഗം ഭാര്യയായ പെണ്ണേ നീയാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ടവരെ 3 വിഭാഗമാണ്. അതിലൊന്നാമത്തെ വിഭാഗം ഏതെന്നറിയോ? തന്റെ ഭാര്യ തെറ്റ് ചെയ്യുമ്പോൾ, തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുമ്പോ ആ ചെയ്യുന്ന തെറ്റിനെ നിസാരമായി കാണുന്ന ഭർത്താവ് രക്ഷപ്പെടുമെന്ന് നീ സ്വപ്നത്തിൽ പോലെ കരുതണ്ട. അല്ലാഹുവേ, പള്ളിയിൽ അസറിന് വന്ന അസർ നിസ്കരിച്ച് മഗ്രിബ് നിസ്കരിച്ച് മഗ്രിബ് കഴിഞ്ഞ് പള്ളിക്കകത്തിരുന്ന് സ്വലാത്തും ഖുർആനും യാസീനോദി, വാക്യോദി, സജദ ഓതി, മുൽക്കോദി, റഹ്മാനോദി, അല്ലാഹുവേ നൂറുകണക്കിന് സ്വലാത്തുകൾ പറഞ്ഞു ഇശാഇന്റെ ബാങ്ക് വിളിക്കുമ്പോ ഇശാ നമസ്കരിച്ചിട്ട് വിത്ർ നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന ഭർത്താവ് കാണുന്ന കാഴ്ച എന്താ?
നമസ്കാരം കഴിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ കാലിന്റെ മുകളിൽ കാലും കയറ്റി വെച്ചിട്ട് പടച്ചവരെ തന്റെ പ്രായപൂർത്തിയായ അല്ലെങ്കിൽ കൊച്ചുമക്കളെ പിടിച്ച് മടിയിരുത്തിയിട്ട് അല്ലാഹുവേ വീടിന്റെ മുന്നിലിരുന്ന് സീരിയൽ കാണുകയാണ്, അവിടെ ഇരുന്നു കൊണ്ട് സിനിമ കാണുകയാണ്. പടച്ചവരെ തെറ്റാണെന്ന് നിനക്കറിയുമല്ലോ ഭർത്താവ്, അത് പാവമാണെന്ന് നിനക്കറിയുമല്ലോ. എന്തേ തിരുത്തി കൊടുക്കാത്തത്, എന്തേ തിരുത്തി കൊടുക്കാത്തത്? അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നീ ചെലവിന് കൊടുക്കുന്നവളാ നിന്റെ ഭാര്യ. അവളെ വിവാഹം കഴിച്ചത് നീയോ? അവളെ നിലയ്ക്ക് നിർത്തോ, അവളെ അദബ് പഠിപ്പിക്കോ. നിന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഭർത്താവാണെന്ന് പറഞ്ഞു നടക്കുക? അല്ലാഹുവേ, പല ഭർത്താക്കന്മാരും പറയും ഉസ്താദേ ഞാൻ പറഞ്ഞാൽ എന്റെ ഭാര്യ കേൾക്കൂല. നാണമില്ലേടാ ചെറുപ്പക്കാരോ, നട്ടല്ലുള്ളവനല്ലേ നീ ചെലവിന് കൊടുക്കുന്ന നിന്റെ ഭാര്യ നിനക്ക് നന്നാക്കാ കഴിഞ്ഞില്ലെങ്കിലോ പിന്നെ എന്തിനാ നീ നടക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്. ഏത് ഭർത്താവിനും അറിയുവോ, ഏത് ഭർത്താവിനും അറിയുവോ? രണ്ടുപേരും കൂടെ കിടപ്പറയിൽ കിടന്നുറങ്ങുകയാണ്. സുബഹിന്റെ സമയത്ത് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുകയാണ്. ആ സമയത്ത് ഭർത്താവ് എഴുന്നേറ്റു. എന്നിട്ടതാ ഭാര്യയോട് പറയുന്നു, പെണ്ണ് ബാങ്ക് വിളിച്ച് പെണ്ണ് എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ട്. എന്നിട്ടതാ അവൻ പോയി ഉടുവെടുത്തിട്ട് തിരിച്ചു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ കിടന്നുറങ്ങുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ അപ്പോഴും പുതപ്പിന്റെ കീഴിൽ കിടന്നുറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, റഹിമല്ലാഹു റജുലൻ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അതാ കിടന്നുറങ്ങുന്ന ഭാര്യയുടെ മുഖത്തേക്ക് തന്റെ കയ്യിൽ ഉടുവെടുത്തിട്ട് ബാക്കിയിരിക്കുന്ന തന്റെ മുഖത്തിരിക്കുന്ന വെള്ളത്തുള്ളികളുണ്ടല്ലോ, ആ വെള്ളത്തുള്ളികൾ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഉറങ്ങുന്ന ഭാര്യയുടെ മുഖത്തേക്ക് ഇങ്ങനെ തളിച്ചിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കടി, എഴുന്നേറ്റ് നിസ്കരിക്കപ്പെണ്ണ് എന്ന് പറയുന്ന ഭർത്താവിന് സ്വർഗമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ വഅലിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഭർത്താവ് നെഞ്ചത്ത് കൈവച്ചിട്ട് ചിന്തിക്കൂ. നാട്ടുകാരെ കുറിച്ച്, പള്ളിയിലെ ഇമാമിനെ കുറിച്ച്, കമ്മിറ്റിക്കാരെ കുറിച്ച് കുറ്റവും കുറവും പറയുന്ന ഭർത്താവ്, നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്ന ഭർത്താവ്, നീ നിന്റെ ഭാര്യ നന്നാക്കാൻ നിനക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? അവളെ വിളിച്ചു നിർത്തിയിട്ട് ഒരിക്കലെങ്കിലും നീ നിന്റെ ഭാര്യയുടെ കൂടെ നിന്നിട്ട് ഒരിക്കലെങ്കിലും പടച്ചവരെ നീ ഇമാമത്ത് നിന്നിട്ട് നിന്റെ ഭാര്യ പുറകിൽ നിർത്തിയിട്ടുണ്ടോ? ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുമിച്ച് നിസ്കരിക്കാമല്ലോ. നിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പെണ്ണേ ഇന്ന് നീ എന്റെ പുറകിൽ നിൽക്കൂ, ഞാൻ നിനക്ക് ഇമാമത്ത് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സുബഹിയുടെ സമയത്ത് ഒരിക്കലെങ്കിലും നീ ഇമാമത്ത് നിന്നിട്ട് നിന്റെ ഭാര്യ പുറകിൽ നിർത്തിയിട്ടെന്ന് നിസ്കരിപ്പിച്ചിട്ടുണ്ടോ? നിന്റെ ഭാര്യയ്ക്ക് ഫാത്തിഹ ഓതാൻ അറിയുമോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ? പെണ്ണ് നീ ഒന്ന് ഫാത്തിഹ ഓത്, ഞാനതൊന്ന് കേൾക്കട്ടെ എന്ന് ഇന്ന് വരെ നീ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? നിനക്ക് മജ്‌ലിസുന്നൂർ ഓതാൻ അറിയുമോ? നിനക്ക് ഫാത്തിഹ ഓതാൻ അറിയുമോ? ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്തും ഓതുകൊണ്ട് എന്റെ നാവ് കൊണ്ട് എനിക്കൊന്ന് കേൾക്കാറാ, നീ ഓതുന്നത് എനിക്കൊന്ന് കേൾക്കാറുള്ള കൊതി കൊണ്ടാ ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് സാഹചര്യത്തിലാകട്ടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബി മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പടച്ചവരെ പാതിരാത്രി തന്റെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരനുമായി കടന്നു വന്നു. വീടിന്റെ അകത്ത് കഴിക്കാൻ അല്പം ഭക്ഷണമേ ഉള്ളൂ. അവസാനം തന്റെ പൊന്നുമകന് കഴിക്കാറുള്ള ഭക്ഷണം എടുത്താ മനുഷ്യർ കൊടുത്തു. എന്നിട്ടവര് പട്ടിണി കിടന്നു. ഭാര്യയും ഭർത്താവും മകനും കൂടെ പട്ടിണി കിടന്നു. അവസാന സുബഹിന്റെ ബാങ്ക് വിളിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു
പട്ടിണി കിടന്ന സഹാബിയാണ്, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായ സഹാബിയാണ്. സുബഹിക്ക് ബാങ്ക് വിളിച്ചപ്പോ എഴുന്നേക്കുകയാണ്. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ വിളിക്കുന്ന പെണ്ണേ ഉമ്മു സുലൈ, എഴുന്നേക്ക് പെണ്ണേ, ബാങ്ക് വിളിച്ച പെണ്ണ്, സുബഹി നിസ്കരിക്ക പെണ്ണ്. അതാ തന്റെ പ്രിയപ്പെട്ട ഭാര്യ വിളിച്ചുണർത്തുകയാണ്. അത് മാത്രമല്ല, 11 വയസ്സുള്ള ഒരു ചെറിയ മകന് പട്ടിണിയാ, ഭക്ഷണം കഴിക്കാതെ കിടക്കുകയാ. ആ പൊന്നുമോനെ വിളിച്ചുണർത്തുകാർ ഭാര്യയോട് പറയുന്നു, 11 വയസ്സുകാരനെ വിളിച്ചുണർത്ത്, അവനെ പള്ളിയിൽ കൊണ്ടുപോകാൻ ഒരുക്ക്, അവനെ പള്ളിയിൽ കൊണ്ടുപോകാൻ ഒരുക്ക്. പട്ടിണി കിടന്ന ഭാര്യയോട് ഒരു ഭർത്താവ് എഴുന്നേറ്റ് പറഞ്ഞു, നീ എഴുന്നേറ്റ് നിസ്കരിക്ക്, പൊന്നുമോനെ പള്ളിയിൽ കൊണ്ടുപോകാൻ ഒരുക്ക്. അല്ലാ, നമ്മൾ പറയുമോ സഹോദരാ? അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ലിൽ മുത്തഖീന ഇമാമാ, നിന്റെ ഭാര്യയ്ക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവായി മാറടൂ. നീ നിസ്കരിക്കുന്നവനാകണം, നീ ഖുർആൻ ഓതുന്നവനാകണം, നീ സദഖ കൊടുക്കുന്നവനാകണം, നീ സ്വലാത്ത് പറയുന്നവനാകണം. വെള്ളിയാഴ്ച രാവത്തിയ ഭാര്യയെയും മക്കളെയും വിളിച്ചിരുത്തിയിട്ട് ഒരു യാസീൻ ഓതിയിട്ട് പടച്ചുറപ്പിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പടച്ചവരെ ദുആ ചെയ്യുന്ന ഒരു ഭർത്താവായി മാറണം. അപ്പോഴേ നിനക്ക് സന്തോഷമുള്ളൂ, അപ്പോഴേ നിനക്ക് സമാധാനമുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള രണ്ടാമത്തെ കടമ എന്തെന്നറിയുമോ? നിന്റെ ഭാര്യയ്ക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവായി നീ മാറണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പോ ഭാര്യയ്ക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവാണ്. നാട്ടുകാർ ചോദിക്കുമ്പോ പറയണം, അല്ലാ എന്റെ പടച്ചോനെ ഇതുപോലൊരു നല്ല മനുഷ്യനെ എനിക്ക് കിട്ടിയല്ലോ. 1 മണിക്കാ വന്ന് കിടന്നുറങ്ങുന്നെങ്കിലും സുബഹി മുടക്കൂല. അള്ളാഹു നമ്മളെ അങ്ങനെയുള്ള ഭർത്താക്കന്മാരാക്കുമാർ. എന്റെ സമയം 2 മിനിറ്റ് ഇൻഷാ അല്ലാഹ് ഇരിക്കുമ്പോ ബക്കറ്റ് എടുത്തല്ലേ ഇൻഷാ അല്ലാഹ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാരും പോക്കറ്റ് കൈയിട്ടോ. എല്ലാവരും ഒരു നല്ല ജീവിതം കൊതിക്കുന്നവരാ. നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞിട്ട് ഈ ബക്കറ്റിന്റെ അകത്തൊരു സദക്ക ഇട്ട അള്ളാഹു നിന്റെ ഭാര്യയെ സാലിഹത്താക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ ഭാര്യ നന്നാകണോ? നിന്റെ ഭാര്യ സാലിഹത്തായ ഒരു ഭാര്യയാകണോ? അള്ളാഹിനെ പേടിയുള്ള ഒരു പെണ്ണാകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഖുർആനാ പറഞ്ഞ, ഞാനല്ല, അള്ളാന്റെ ഖുർആനാ പറഞ്ഞ് മനസ്സറിഞ്ഞിട്ട് സദക്കയിട്ട അള്ളാഹു നിന്റെ കുടുംബ ജീവിതം സന്തോഷത്തിലാക്കും. സമാധാനമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പൈസ ഇടേണ്ട, മോതിരം ഊരിയിട്ടാ മതി, സ്വർണ്ണ ഊരിയിട്ടാ മതി. നിന്റെ ഭർത്താവിനെ നല്ല ഒരു ഭർത്താവാക്കി 5 നേരം നിസ്കരിക്കുന്ന പടച്ച റബ്ബിനെ പേടി ജീവിക്കുന്ന ഒരു ഭർത്താവിനെ നിനക്ക് വേണോ? നിന്റെ ഭർത്താവിനെ അങ്ങനെ മാറ്റണോ? ഖുർആൻ പറഞ്ഞു, ഒരു നല്ല സദക്ക ചെയ്താ അള്ളാഹു അങ്ങനെ ആക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പോക്കറ്റ് കൈയിട്ട് എല്ലാരും ഇൻഷാ അല്ലാഹ് ഒന്ന് കൈയിട്ടോ. പണം തന്ന അള്ളാഹിക്ക് എടുത്തു മാറ്റാൻ കൂടുതൽ സമയമൊന്നും വേണ്ട. പണം തന്ന റബ്ബിന് നിന്റെ വീട് അവിടെ ഉണ്ടോന്ന് ചിലപ്പോ പോകുമ്പോ കാണാം. ഈ വെള്ളത്തൊക്കെ ഒലിച്ചു പോകാതിരിക്കാൻ, അല്ലേ, ദുരന്തങ്ങളെ തൊട്ട് രക്ഷപ്പെടാൻ മനസ്സറിഞ്ഞിട്ടൊരു സദഖ അല്ലാഹു കബൂലാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി. തന്റെ അടിമകളെ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തല്ലിയിലെ ഏത് ഘട്ടത്തിലും, എത്ര വലിയ സാഹചര്യത്തിലും പ്രവാചകൻ, അവിടുത്തെ ചരിത്രം കാണാം. ഒരിക്കൽ സഫിയ ബീവി റളിയല്ലാഹു തആല അൻഹ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോ മറ്റൊരു ഭാര്യ കുറച്ച് കറി, ആയിഷ ബീവി വീടിന്റെ അകത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക ഭർത്താവിനെ കൊടുക്കാൻ, കഴിക്കാൻ ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സമയത്ത് മറ്റൊരു ഭാര്യ കുറച്ച് ഇറച്ചിക്കറിയൊക്കെ റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് പറയാ ഭർത്താവിന് കൊടുക്കാൻ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സ്വഭാവം മാറി, എല്ലാം കൂടെ എടുത്ത് ഒറ്റ ഏറങ്ങെറിഞ്ഞു. കറിയെല്ലാം കൂടെ വാങ്ങിയിട്ട് ഒറ്റ ഏറ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല്ലിയില്ല, താഴെ ഇരുന്നിട്ട് പൊട്ടിയ പാത്രം പറക്കിയെടുത്തു. നിന്റെ വീടിന്റെ ചാരത്താണ് നിന്റെ സഹോദരി താമസിക്കുന്നത്. സഹോദരിയുടെ വീട്ടിൽ ഒരു ദിവസം ഇറച്ചിക്കറി വെച്ചു.
എന്നിട്ട് നിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്റെ ഇക്കായ്ക്ക് ഇത്തിരി കൊടുക്കെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഭാര്യയുടെ കൈ കൊടുക്കുമ്പോ അവളെങ്ങാണോ ആ പാത്രം എടുത്ത് എറിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കുക. അല്ലാഹു അലം. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അള്ളാന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല, താഴെ ഇരുന്നു പൊട്ടിപ്പോയ പാത്രമൊക്കെ പറക്കി വെക്കാം ഇത്, എന്നിട്ടും തല്ലിയില്ല. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭാര്യമാരെ തല്ലരുത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് പല ചെറുപ്പക്കാരെ തല്ലുന്നവരാ, അത് അഭിമാനമാണ്. വൈകുന്നേരം കാണുമ്പോ പറയാ, അളിയെ ഇന്നലെ പെടലിക്ക് ഒരെണ്ണം കൊടുത്തടാ, ഉള്ള പെടലി നീ തല്ലിയാ, നീ അടിയ കൊടുത്ത, ഞാൻ ചവിട്ടി കട്ടിലിനടി കയറ്റുക. കൂട്ടുകാര് പറഞ്ഞതാ, ഞാൻ ഇന്നലെ അടിനാവിക്കാ ചവിട്ടി. നിങ്ങൾ പറയുന്നവരുണ്ട്. ഭാര്യമാരെ തല്ലാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഏറ്റവും നല്ലത് മഹാന്മാര് പഠിപ്പിക്കുന്നു, ഭാര്യയ്ക്ക് ദേഷ്യമുണ്ടായ ഭർത്താവ് മിണ്ടാൻ പാടില്ല. പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാകും, പെട്ടെന്ന് വൈലന്റ് ആകും. എടുത്തിയാട്ടം പെണ്ണുങ്ങൾക്ക് കൂടുതലാണ്. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ദേഷ്യമുണ്ടായ ഭർത്താക്കന്മാരെന്ത് ചെയ്യരുത്? മിണ്ടരുത്. നമ്മൾ മിണ്ടിയാലോ അവൾ എന്തെങ്കിലും പറയും, നമ്മളതിന് മറുപടി പറയും. വീണ്ടും അവള് തറതല പറയും, വീണ്ടും പറയും. അവസാനം ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞിട്ട് പിന്നെ പെടലിക്ക് കൊടുക്കും. എന്നാ അടി കൊണ്ട് അടങ്ങിയിരിക്കുവോ പിന്നെയും ദാദാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതാ മറ്റൊരു വിഷയം. എടാ അങ്ങനല്ല, ഭർത്താവ് എന്തേലും പറഞ്ഞു, ഭാര്യ മറുപടി പറഞ്ഞു, ഭർത്താവ് വീണ്ടും മറുപടി, എന്നാ മിണ്ട വീണ്ടും പറയും. അവസാനം പിന്നെ ഒരെണ്ണം കൊടുക്കും. കൊടുത്തു കഴിഞ്ഞാലോ വാങ്ങിച്ചോണ്ട് പോയി ഇരിക്കലല്ല, പിന്നെയും ചോദിച്ചോണ്ട് അടക്കും. പിന്നെ തല്ലിയ പിന്നെ അവസാനം രണ്ടുപേരും രണ്ട് തട്ടിലായി പോകും. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ദേഷ്യം വന്ന ഭർത്താക്കന്മാര് മിണ്ടാതിരിക്കലാണ് ഏറ്റവും നല്ലത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഭർത്താക്കന്മാർക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ബെഡ്റൂമിനകത്ത് കയറിയിരിക്കണ നല്ലതെട്ടാ. ഭർത്താക്കന്മാർക്ക് ദേഷ്യം ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാ ചോദിച്ചോണ്ട് നടക്കരുത്. തായിക്കാന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിണ്ടാ ഒതുങ്ങിക്കോണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 5 സമയങ്ങളിൽ പെണ്ണുങ്ങളെ തല്ലാമെന്ന. എത്ര സമയങ്ങളിൽ പെണ്ണുങ്ങളെ തല്ലാൻ പാടില്ല എന്നല്ല, 5 സമയങ്ങളിൽ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നാ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരും. ആ 5 സമയം എപ്പോഴാന്നറിയണം? അറിയണോ? പെണ്ണുങ്ങൾ 5 സമയങ്ങൾക്ക് ചെറുതായിട്ട് കൊടുക്കാന്ന. എപ്പോഴാന്നറിയാവോ? കേൾക്കാൻ ആഗ്രഹമുള്ളവരുന്ന് കൈവക്കിക്ക്. ഇന്നത്തോടുകൂടി തീരുമാനമായി. നിങ്ങളുടെ കാര്യത്തിൽ ഇന്നത്തോടുകൂടി ഒരു തീരുമാനമായി. ഇൻഷാ അല്ലാഹ് പഠിച്ചു വെച്ചോ, ചോദിച്ചു വാങ്ങാതിരിക്കാൻ. ഭർത്താവിന് തന്റെ ഭാര്യയെ കൊടുക്കാം. എങ്ങനെ അടിക്കണമെന്ന് ഞാൻ അവസാനം പറയാം. എങ്ങനെയാണ് അടിക്കേണ്ടെന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ സമയം നേരെ ഇരിക്കും. ഭർത്താക്കന്മാരൊക്കെ ഉഷാറായിട്ട് കിട്ടണ അവസരമല്ലേ കേട്ടോ. 1, തന്റെ ഭർത്താവിന് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി സമ്മതിക്കാത്ത ഭാര്യ. അവൾ അശുദ്ധിയൊന്നുമല്ല, രോഗിയല്ല, ആരോഗ്യമൊക്കെ ഉണ്ട്. പക്ഷെ കിടപ്പറയിൽ സഹകരിക്കാത്ത പെണ്ണ്, അവക്കൊന്ന് കൊടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ. ആരോടാ ഇത് പറയണേ? ഞാൻ ഈ കൂട്ടത്തിൽ ചോദിക്കട്ടെ. അങ്ങനെ അവസാനം പറയാം, ഇപ്പൊ പറഞ്ഞ് ശരിയാവില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ 1, കിടപ്പറയിൽ തന്റെ ഭർത്താവിനോട് സഹകരിക്കാത്ത ഭാര്യ. അവിടെയും മസലയുണ്ട്. എന്താ പറയാ, ഇംഗ്ലീഷ് പടവും കണ്ടിട്ട് ഏതെങ്കിലും സായിപ്പിന്റെ സീഡിയും വാങ്ങിച്ച് കണ്ടിട്ട് ഭാര്യ എടുത്ത് പോയിട്ട് അങ്ങനത്തെ കാര്യമല്ലട്ടാ. പറഞ്ഞ രീതി, ഇസ്ലാം പറയുന്ന രീതിയിൽ മാന്യമായിട്ടുള്ള ബന്ധങ്ങൾ, അതൊക്കെ വേറെ അവസ്ഥ നമുക്കറിയാം. നമ്മുടെ വിഷയം എല്ലാവരും വിടുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സഹകരിക്കാത്ത ഭാര്യ, നമുക്ക് എന്ത് ചെയ്യാം? 1 കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. 2 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2ാമത്തെ ഭാര്യ ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോക്കുന്നവർക്ക് കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കെട്ടിയവൻ പറഞ്ഞു പോണ്ട, ഇക്ക പറഞ്ഞു നീ പോണ്ട. ഇല്ല ഞാൻ പോകും. പോയിട്ട് വരുമ്പോ മടലും കൊണ്ട് നിന്നാ മതി. വീടിന്റെ മുന്നിൽ ഒരു പച്ചമടലും പൊട്ടിക്കണം, ഓടിച്ചിട്ട് കൊടുക്കും, ഒരു കുഴപ്പമില്ല. ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോവാ, ഭർത്താവ് പറയുന്നത് അനുസരിക്കാത്ത ഭാര്യ വീട്ടിൽ ചെല്ലുമ്പോ കാലിന്റെ മുകളിൽ കാലും കെട്ടിയിട്ട് അവള് പരസ്പരം ഒടുക്കത്തെ അവസരം കണ്ടോണ്ടിരിക്കുക. TV എടുത്തിട്ട് ഒറ്റ ഏറ്, ഇനി കാണണ്ട, സീരിയല് കാണണ്ട, എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചേക്കണം. അതിനുള്ള ചങ്കൂറ്റം കാണിക്കണം. നീ ഒരാണ, നട്ടല്ലുള്ളവനാ. പെണ്ണുമ്പിള്ളയുടെ മുന്നിൽ പോയിട്ട് ഒതുങ്ങാൻ പാടില്ല, നാണമില്ലാത്ത പോലെ. പെണ്ണിന്റെ മുന്നിൽ അഭിമാനത്തോടെ നിൽക്കണം, എങ്കിലേ വിലയുണ്ടാവത്തുള്ളൂ. ഭാര്യയോട് പറയണേ, ഇനി ഇവിടെ കാണണ്ട, സീരിയൽ കാണണ്ട എന്ന് പറഞ്ഞാൽ കാണണ്ട. അത് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇല്ലെങ്കിൽ എടുത്ത് ഒറ്റ ഏറ്.
എടുത്തെറിഞ്ഞ് പൊട്ടിച്ചേക്കണം. പിന്നെ പെടലിക്കുന്നാൽ അതിൽ കുഴപ്പമൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന ഭാര്യ അവക്കൊന്ന് കൊടുക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മൂന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കരിക്കാതെ കടന്നുറങ്ങാ. ഓത്തുപോലെ നീ സുബഹിസ്കരിച്ചിട്ട് ഓളറക്ക, ഒരു പരിഗണനയും കാണിക്കണ്ട, ഒരു വിട്ടുവീഴ്ചയും വേണ്ട, കൊടുത്തേക്കണം. നിസ്കരിക്കാൻ മടി കാണിക്കുന്ന ഭാര്യ, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഭാര്യ, കുഴപ്പമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനാപത്തുകാരിയായി രാത്രി ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടു. ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സുബൈക്ക് പോയി. ഓള് പിന്നെ ഒന്നും ഇല്ല, കിടക്ക. ഭർത്താവ് സുബൈ കഴിഞ്ഞ് വന്നപ്പോ മക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടി കാപ്പി ഉണ്ടാക്ക, കുളിച്ചിട്ടില്ല. കാപ്പി ഉണ്ടാക്കി മക്കളെ സ്കൂളിൽ വിട്ടു, നിനക്കും വെച്ച് തന്നു, കുളിച്ചില്ല. കാപ്പി കുടി കഴിഞ്ഞപ്പോ അടുത്ത ഉച്ചക്കുള്ള ഹിദ്മത്തില് 1 മണിയായി 2 മണിയായി കുളിക്കണില്ല. അള്ളാഹുവേ, ജനാപത്തുണ്ടായിട്ട് കുളിക്കാത്ത പെണ്ണ്, കുളിയെ നീട്ടിക്കൊണ്ടുപോകുന്ന പെണ്ണ്, ഹൈലുകാരിയാണ്, ശുദ്ധിയായി, എന്നാൽ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാം. അവക്ക് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നാ മഹാന്മാര് പഠിപ്പിക്കുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 5 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 തന്റെ ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി പോകാത്ത ഭാര്യ. നീ ആവശ്യത്തിന് അവള് ചോദിക്കുന്ന വസ്ത്രം എടുത്തു കൊടുത്തിട്ടുണ്ട്, സ്വർണം ചോദിക്കെടുത്തു കൊടുക്കും, ചോദിക്കുന്ന വസ്ത്രം വാങ്ങിക്കൊടുക്കും, സ്വർണം വാങ്ങിക്കൊടുക്കും. അവള് സോപ്പ് വേണോ, അത്ര വേണോ, സ്പ്രേ വേണോ, വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കും. ഒരിക്കലെങ്കിലും ഒരുങ്ങി വന്നിട്ടുണ്ടോ നിന്റെ മുന്നിൽ? എന്നാ കല്യാണത്തിന് പോകുമ്പോഴോ നിന്റെ മുന്നിൽ വരുമ്പോ അടുക്കളയിലെ ആ മാക്സി ഇട്ടോണ്ട് വരും, കരിവണ്ട അല്ലേ? എന്നാ ഇവള് കല്യാണത്തിന് പോകുമ്പോ ഒടുക്കത്തെ ഒരുക്കവാ, നാട്ടുകാരെ കാണിക്കാൻ. എന്റെ സഹോദരിമാരോട് പറയുന്നു, നീ സ്വർണ്ണം ഇടേണ്ടത് നിന്റെ മച്ചാട് എന്തൊക്കെയുടെ മുന്നിലാ. നിന്റെ ഭർത്താവിന്റെ കിടപ്പറയിൽ പോകുമ്പോഴാ നീ നല്ല വസ്ത്രം ധരിക്കേണ്ടത്, ഏറ്റവും മനോഹരമായ വസ്ത്രം ധരിക്കേണ്ടത് അപ്പോഴാ. നാട്ടുകാരെ കാണിക്കാനല്ലേ വെടിച്ചെന്നേ? നാട്ടുകാരെ നീ സ്വർണം ധരിക്കണം. നീ നിന്റെ ഭർത്താവിന്റെ കിടപ്പറയിൽ പോകുമ്പോൾ ഓരോ ദിവസവും ആ മനുഷ്യനെ കൊതിപ്പിക്കുന്ന രീതിയിൽ മനോഹരമായ വസ്ത്രം ധരിച്ച് സ്വർണ്ണം ഇട്ടുകൊണ്ട് ഇന്ന് വരെ പോയിട്ടുണ്ടോ? ഇരിക്കണ ഏതെങ്കിലും ഒരെണ്ണം ഇന്ന് വരെ പോയിട്ടുണ്ടോ? കല്യാണത്തിന്റെ 1ാമത്തെ രാത്രി അന്നും പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സുറുമയിടാത്ത ഭാര്യ ഇഷ്ടമായിരുന്നില്ല. നീ ഇന്ന് വരെ ഇട്ടിട്ടുണ്ടോ? ഉമ്മാമ ചോദിക്കും, ഇനിയിപ്പോ സുറുമ. നിങ്ങൾ ആലോചിക്കേ, ഇരിക്കണ പ്രായമുള്ള ഉമ്മമാരോടും വാപ്പമാരോടും ഒരു 45-50 കഴിഞ്ഞാ പിന്നെ ഒരുമിച്ച് കിടക്കൂല, 2 റൂമിലാ ഇരിക്കണ ഉമ്മമാരും. ഞാൻ ചോദിക്കണ വാപ്പമാരോട്, നിങ്ങൾക്കൊക്കെ ഒരു 40-45 കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ച് കിടക്കൂല. കാരണം എന്തേ? കടന്നിട്ട് പ്രയോജനമില്ല. അപ്പൊ പെണ്ണ് കെട്ടിയത് ഇതിനു വേണ്ടിയാ? നിങ്ങൾ ഇതിനു വേണ്ടിയാ പെണ്ണ് കെട്ടിയത്? അല്ലാഹു അഅലം. ഭർത്താവ് ഏതെങ്കിലും റൂമിൽ, ഭാര്യ വാപ്പ അവിടെ കിടപ്പുണ്ട്, ഉമ്മ അവിടെ കിടപ്പുണ്ട്, മക്കളുടെ കൂടെ കിടക്കാനാ നീ കെട്ടിയ? അല്ലാഹു അഅലം. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കിടക്കണ സഹോദര, മരിക്കണ കാലം വരെ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അടുത്ത റൂമിൽ കൊണ്ട് കടത്താനുള്ളതല്ല നിന്റെ ഭാര്യ. അങ്ങനെയാണെങ്കിൽ നീ സുഖിക്കാൻ വേണ്ടിയാ കിട്ടിയത്. അവളെ ആവശ്യമില്ല വന്നപ്പോ കളഞ്ഞു. അതന്നെ നിങ്ങളും അങ്ങനെ തന്നെ. ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് കിടക്കണം. അതുകൊണ്ട് പെങ്ങളെ, സുറുമയിടാത്ത ഭാര്യ നബിക്ക് ഇഷ്ടമായിരുന്നില്ല, മൈലാഞ്ചി ഇടാത്ത ഭാര്യ നബിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം. ഇന്ന് വരെ ഇട്ടിട്ടുണ്ടോ മൈലാഞ്ചി? ഇന്ന് വരെ എവിടെ കല്യാണത്തിന് മുണങ്ങിയിടും, അല്ലാതെ ഇടൂല. നിങ്ങൾ ഇന്ന് മുതൽ ശ്രദ്ധിക്കണം സഹോദര. ഭാര്യയോട് പറയണം, ഇന്ന് പെണ്ണെ, അവിടെ പിന്നെ ഇസ്ലാമിന്റെ മസലകളൊന്നും ഇല്ലല്ലോ, ഏത് വസ്ത്രവും ധരിക്കാം. ഭർത്താവിന്റെ മുന്നിൽ പോകുമ്പോ ഭാര്യയ്ക്ക് ഏത് വസ്ത്രവും ധരിക്കാം. കാരണം എന്താ? ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഹലാല. പക്ഷെ അവിടെ മറയ്ക്കാൻ പറ്റുന്ന അത്രയും മറയ്ക്കും, പുറത്തു പോകുമ്പോ തുറന്നിടാൻ പറ്റുന്ന അത്ര തുറന്നിടും. അങ്ങനെ അപ്പോ നിനക്ക് ഇഷ്ടപ്പെടുന്ന നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് മണിയറയിലേക്ക് കടന്നു വരാത്ത ഭാര്യ, അവൾക്കൊന്ന് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തല്ലാമെന്ന് പറഞ്ഞിട്ട് നല്ല മടലും വെട്ടി വെക്കണമെന്നല്ല, മുട്ടിന് താഴെ പൊട്ടാത്ത രീതിയിൽ കൊടുക്കാൻ നേട്ടാ. ഇങ്ങനെ കൈകൊണ്ടൊക്കെല്ല 2-5 കിലോ എടുത്തിടാന്നല്ല, ഒരു ചൂരിലൊക്കെ എടുത്തു വെക്കണം. വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കൊടുക്കാൻ വേണ്ടി. അത് നല്ലതാണ്. ചട്ടിയും കലവുമാവുമ്പോ തട്ടിയും മുട്ടിയും കിടക്കും. കുടുംബ ബന്ധങ്ങളാവുമ്പോ അങ്ങനെയൊക്കെ തന്നെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 3 ഭർത്താവ് തന്റെ ഭാര്യയെ തല്ലാൻ പാടില്ല. കഴിവിന്റെ പരമാവധി എന്താ പറയാ, ക്ഷമിക്കുക, സഹിക്കുക. അള്ളാഹു നിങ്ങൾക്ക് അയ്യൂബ് നബിയുടെ പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉസ്താദെ, കുത്തുവാക്കും പരിഹാസവും കേട്ട് മടുത്തു ഉസ്താദെ. ഇനി ഒരെണ്ണം കൂടെ കെട്ടാൻ വയ്യ, എന്റെ മക്കൾ എത്തിയുമായി പോകുന്ന ഓർത്തിട്ടാ ഞാൻ ഈ സാധനത്തിന് സഹിക്കുന്നത്. സഹിക്ക് ചങ്ങാതി, നിനക്ക് അള്ളാഹു അയ്യൂബ് നബിയുടെ പ്രതിഫലം.
അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് തരും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 ഒരെണ്ണം കൂടെ പറഞ്ഞു പിരിയാം ഇൻഷാ അല്ലാഹ്. 11 മണിയായി ഇരിക്കൂലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 4ാമത്തെ ബാധ്യത എന്തെന്നറിയുവോ? ഭർത്താക്കന്മാർക്ക് തന്റെ ഭാര്യയോടുള്ള 4ാമത്തെ ബാധ്യത എന്താ? അള്ളാന്റെ റസൂല് പറയുന്നു, ഭർത്താവേ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. പടച്ചവനെ, വല്ലാത്ത ജോലിയാ. നീ എപ്പോഴും ചോദിക്കും, പെണ്ണെ, നിനക്ക് ഇതിനകത്ത് എന്ത് ജോലിയാണ്, എന്ത് ജോലിയാണ്, എന്ത് ജോലിയാണെന്ന് കുറ്റപ്പെടുത്തുന്നവര് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഒരു പ്രാവശ്യമെങ്കിലും നീ നിന്റെ ഭാര്യയുടെ കൂടെ അടുക്കളയ്ക്കകത്ത് കയറണം. അള്ളാന്റെ റസൂല് പറയുകയാ, നിന്റെ ഭാര്യ ഭക്ഷണം വെക്കുന്ന സമയത്ത് അവളെ സഹായിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നിന്റെ ഭാര്യ അടുക്കളയ്ക്കകത്ത് കിടന്ന് പടച്ചവരെ ഓടി നടന്ന് കിടന്ന് ജോലി ചെയ്യുന്നത് കാണുമ്പോ അവള് ചെയ്യട്ടെ എന്നല്ല, അവള് നിന്റെ വീട്ടിലെ വേലക്കാരിയല്ല, നിന്റെ വീട്ടിൽ പണിക്ക് നിർത്തിയിരിക്കുന്ന പെണ്ണല്ല. അല്ലാഹുവേ, ആ പാവപ്പെട്ടവളുടെ കൂടെ നീയും കടന്നു ചെല്ലണം. അവളുടെ കൂടെ കടന്നു ചെന്നിട്ട് പടച്ചവനെ ഒന്ന് പച്ചക്കറി അരിഞ്ഞു കൊടുക്ക, ഒന്ന് തേങ്ങ തിരുമ്മി കൊടുക്ക, ഒന്ന് പാത്രം കഴുകി കൊടുക്ക. അല്ലാഹുവേ, അവള് ചോറ് വെക്കുന്ന സമയത്തൊന്ന് അരി കഴുകി കൊടുക്ക. ആ പാവപ്പെട്ടവളുടെ കൂടെ അടുക്കളയിൽ കടന്നു ചെന്നിട്ട് സഹായിക്കല് ഒരു ഭർത്താവിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അത് നീ നാണക്കേടെന്നും കരുതണ്ട, അത് മോശമാണെന്ന് നീ കരുതണ്ട. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം തന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചപ്പാത്തിക്ക് മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പാവമങ്ങ് ഉറങ്ങിപ്പോയി. ക്ഷീണം കാരണം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്തിരുന്നങ്ങ് ഉറങ്ങിപ്പോയി. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചില്ല, അല്ലാഹുവിന്റെ റസൂല് വഴക്ക് പറഞ്ഞില്ല, അല്ലാഹുവിന്റെ റസൂല് ശല്യം ചെയ്തില്ല. ശബ്ദമുണ്ടാക്കാതെ അടുത്ത് തന്നിരുന്നിട്ട് അതാ പാത്രമങ്ങെടുക്കുകയാണ്, കുഴച്ചു വെച്ചിരിക്കുന്ന മാവങ്ങെടുക്കുകയാണ്. തന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഉണർത്താതെ ആ മാവിങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് അല്ലാഹുവിന്റെ റസൂല് കുഴച്ച ചപ്പാത്തി ഉണ്ടാക്കുകയാ. എന്നിട്ട് തന്റെ ഭാര്യയുടെ മുന്നിലേക്ക് ഭക്ഷണം കൊണ്ടുവച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് അവിടെ നിന്ന് വിളിച്ചു, ആയിഷ, എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കായിഷ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആയിഷ ബീവി പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകന് വീട് തൂക്കുമായിരുന്നു, ഭക്ഷണമുണ്ടാക്കുമായിരുന്നു, ആടിന്റെ പാല് കറക്കുമായിരുന്നു, ഒട്ടകത്തിന് കുളിപ്പിക്കുമായിരുന്നു, മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് കുടുംബജീവിതത്തെ കുറിച്ച് ഭാര്യ പറഞ്ഞു തരുമ്പോ, നിനക്ക് നിന്റെ ഭാര്യയുടെ വിലയറിയാനട്ടാ. ആ പാവപ്പെട്ടവൾ ഒരിക്കലെങ്കിലും ഒന്ന് കടന്നു പോകുമ്പോഴേ വീടിന്റെ വിളക്കാ. നിന്റെ ഭാര്യ നിനക്ക് ചവിട്ടി തേക്കാറുള്ളതല്ല, അത് നിന്റെ വീട്ടിലെ വേലക്കാരിയല്ല, അടിമയ്ക്ക് കൊണ്ട് അടിമ പെണ്ണിനെ പോലെ കാണേണ്ടവളല്ല. സത്യത്തിൽ നിനക്ക് വെച്ച് വിളമ്പിത്തരൽ അവളുടെ കടമയല്ല. നിന്നെയും നിന്റെ മക്കളെയും നിന്റെ മാതാപിതാക്കൾക്കും വെച്ച് വിളമ്പിത്തരാൻ വേണ്ടി വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന വേലക്കാരിയല്ല നിന്റെ ഭാര്യ. അവൾക്കത് ബാധ്യതയില്ല. പക്ഷെ അവള് പാവം എല്ലാ സ്നേഹം കൊണ്ട് ചെയ്തു തരുന്നതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവത്വേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ പാവപ്പെട്ടവരുടെ കൂടെ നീയൊന്ന് കൂടട്. രോഗം പിടിച്ചട്ടി എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുമ്പോഴും ആ പാവപ്പെട്ടവർക്ക് ഒരു ഗ്ലാസ് കാപ്പി വെച്ച് കൊടുക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിലോ, എന്റെ പ്രിയപ്പെട്ടവര്,
അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് എപ്പോഴും പറയുമായിരുന്നു, അല്ലാഹു ആർക്കും നൽകാത്ത 9 ഭാഗ്യമാണ് എനിക്ക് നൽകിയത്. ലോകത്തൊരാൾക്കും കിട്ടാത്ത 9 ഭാഗ്യം എനിക്ക് കിട്ടി. ആ 9 ഭാഗ്യങ്ങൾ ആയിഷ ബീവി എപ്പോഴും പറയുമായിരുന്നു. അതിലെ ഒരു കാര്യം എന്തെന്നറിയുവോ? ആയിഷ ബീവി പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ടത് എന്റെ മടിത്തട്ടിൽ കിടന്നിട്ടാ. എന്റെ ഭർത്താവ് എവിടെ കിടന്നാണ് വഫാത്തായതെന്നറിയുവോ? എന്റെ നെഞ്ചത്ത് കിടന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത്. ഒരു ഭാര്യ പറയുകയാ, ഒരു ഭാര്യ അഭിമാനത്തോടുകൂടി പറയുകയാ, എന്റെ നെഞ്ചത്ത് കിടന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത്. അല്ലാഹുവിന്റെ റസൂലിന്റെ തൊണ്ടയ്ക്ക് താഴെ അവസാനമായി ഇറങ്ങിയത് എന്തെന്നറിയുവോ? എന്റെ ഉമ്മനീരാട് സഹാബാ. ലോകത്തിന്റെ നേതാവ് സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ച തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വയസ്സ് 18 പെണ്ണ്. നിന്നെ പോലെ 50 60 ഒന്നുമില്ലായിരുന്നു. 18 വയസ്സുള്ള ഒരു പെണ്ണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ എന്ന 63 വയസ്സുള്ള ഭർത്താവിന് തന്റെ നെഞ്ചത്തിങ്ങനെ കിടത്തിയിട്ട് മിസ്വാക്കെടുത്ത് തന്റെ വായിക്കകത്ത് വെച്ച് ചവയ്ക്കുകയാണ്. ഒരു മിസ്വാക്കെടുത്ത് പല്ലുകൊണ്ട് തന്റെ ഉമ്മനീരുമായി ചവച്ചരച്ചിട്ട് അതെടുത്തിട്ട് ഒരു ഉമ്മ തന്റെ കുഞ്ഞിന്റെ പല്ല് വെച്ച് കൊടുക്കുന്നത് പോലെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് നെഞ്ചത്തിങ്ങനെ കിടത്തിയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പല്ല് തേച്ച് കൊടുത്തു. പെങ്ങളോ, അഭിമാനത്തോടുകൂടി പറയുമ്പോ സന്തോഷമുള്ള ഒരു ജീവിതം വേണ്ടേ? സമാധാനമുള്ള ഒരു ജീവിതം വേണ്ടേ? ആനന്ദമുള്ള ഒരു ജീവിതം വേണ്ടേ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് തമ്മിലടിക്കാനുള്ളതല്ല. അല്ലാഹു തന്നിരിക്കുന്ന ഈ ജീവിതം മെഴുകുതിരി എരിച്ചു തീർക്കുന്നത് പോലെ എരിച്ചു തീർക്കാറുള്ളതല്ല. ആർക്കെങ്കിലും ചവിട്ടിത്തേക്കാറുള്ളതല്ല. പകരം വീട്ടാറുള്ളതല്ല. വാശി കാണിക്കാനുള്ളതല്ല. അഭിനയിച്ച് തൊലയ്ക്കാനുള്ളതല്ല. ഒന്ന് ജീവിച്ച് കാണിക്കുവാപ്പാ. ഈ വയസ്സാങ്കാലത്തെങ്കിലും മരണം കണ്ണിന്റെ മുന്നിൽ എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ലോ. ഏത് സമയത്ത് ഏത് കോലത്തിലാണ് വരുന്നതെന്നറിയില്ലോ. ഇവിടെ ഇരിക്കുമ്പോഴാണോ, പോകുമ്പോഴാണോ, വാഹനത്തിലാണോ, കിടപ്പറയിലാണോ, നടുറോഡിലാണോ, ഹോസ്പിറ്റലിലാണോ, എവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലോ. എവിടെ വെച്ച് വരുമ്പോഴും ആ മരിക്കുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അവളുടെ പൊരുത്തം ണത്, നിന്റെ ഭാര്യയുടെ തൃപ്തി നിനക്കുണ്ടാകണത്. നീ മരിച്ചാലും നിന്റെ ഭാര്യ പറയണത്, ഇനി എന്റെ ജീവിതത്തിൽ ഒരു വിവാഹമില്ല. എന്റെ ഭർത്താവിന് പകരം വെക്കാൻ, എന്റെ ഭർത്താവിന് പകരം വെക്കാൻ ഇനി ഒരാളുമില്ല. എന്റെ ഭർത്താവിനെ എനിക്കും മറക്കാൻ കഴിയില്ല. അല്ലാഹു എനിക്ക് ഇത്ര ജീവിതമേ തന്നുള്ളൂ. ബാക്കി എന്നെ സ്വർഗത്തിൽ വെച്ച് ജീവിക്കോ. അഭിമാനത്തോടുകൂടി നിന്റെ ഭാര്യ പറയണം, ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ ഉപ്പമാരോട് പറയുകയാ, ഈ വയസ്സാകാലത്ത് ആ പാവപ്പെട്ടവളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയപ്പോ, അവളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയപ്പോ, നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാതെ വന്നപ്പോ ആ പാവപ്പെട്ടവളെ കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തല്ലോ. ഈ വയസ്സാകാലത്തല്ലേ നീ കൂട്ടാകേണ്ടത്? ആരാരുമില്ലാത്ത ആ വയസ്സാകാലത്തല്ലേ നിങ്ങൾ രണ്ടുപേര് സ്നേഹിച്ചു തീർക്കേണ്ടതപ്പെടല്ലേ? അതുകൊണ്ട് എന്റെ ഉപ്പമാരോട്, ഉമ്മമാരോട്, അല്ലാഹുവേ, ഗ്ലാമർ പോയ പ്രായം തന്നെ നിന്റെ ഭർത്താവിനെ കിടപ്പറയിൽ കിടത്താൽ കൂടെ കിടക്കാൻ മടി കാണിക്കുന്ന ഉമ്മമാര്, ഭർത്താവിന്റെ കൂടെ മണിയറയിലേക്ക് കിടക്കാൻ വിളിക്കുമ്പോ മക്കളുടെ കൂടെ ഈ വയസ്സാകാലത്താടോ ഇവിടെ മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കിടപ്പറയിൽ നിന്ന് മാറിക്കിടക്കേണ്ടവളല്ല. എന്റെ ഉമ്മ, നിന്റെ ബാധ്യതയാ. നിന്റെ ഭർത്താവിന്റെ സർവ്വ കാര്യങ്ങളും ചെയ്തു കൊടുക്കൽ നിന്റെ ബാധ്യതയാ. ഒരേ ഒരു നല്ല കാര്യം പറയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, പെണ്ണേ നീ ദുആ ചെയ്യുമ്പോ നമസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുകയാ. നമസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുകയാ. ആ ദുആ
ചെയ്യുന്ന സമയത്ത് നിന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാതെ നീ ദുആ ചെയ്താ അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പടച്ചവരെ, എന്റെ ഭർത്താവിന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആ മനുഷ്യന് നല്ല മരണം കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യാതെ നിസ്കാരം കഴിഞ്ഞിട്ട് നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. ആദ്യം നീ നിന്റെ ഭർത്താവിന് ദുആ ചെയ്യണം, എന്നിട്ട് വേണം നീ നിന്റെ കാര്യം പറയാ. അതുകൊണ്ട് പെങ്ങള്, പ്രായമൊരു തടസ്സമല്ല പെങ്ങള്, പ്രായമൊരു തടസ്സമല്ല പെങ്ങള്. നീ എങ്ങനെയാകണമെന്നറിയുമോ? ചന്ദനമരയിലെ പെണ്ണിനെ പോലെയല്ല, പരസ്പരത്തിലെ ദീപ്തിമോളെ പോലെയല്ല, സീരിയലിലെ നടിമാരെ പോലെയല്ല, നോവലുകളിൽ വായിക്കുന്ന കഥാപാത്രങ്ങളെ പോലെയല്ല, സിനിമയിൽ കാണുന്നതല്ല ജീവിതം. യഥാർത്ഥ ജീവിതം, പച്ചയായ ജീവിതം, സ്നേഹത്തോടെ ജീവിക്കണം. എങ്ങനെ ജീവിക്കണമെന്നറിയുമോ? നിനക്കൊരു ചരിത്രം പറഞ്ഞിട്ട് പിരിയുകയാ, നിനക്ക് പഠിക്കാനൊരു ചരിത്രം പറഞ്ഞിട്ട് ദുആ ചെയ്യാ. ഏത് ചരിത്രമെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഖദീജ ബീബി എവിടെ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ തിരയുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകർ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അവിടുന്ന് ചോദിച്ചു, എന്തിനാ ജിബ്രീലേ ഖദീജയെ തിരയുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹു സലാം പറഞ്ഞെന്ന് പറയണേ നബിയേ. ഖദീജ ബീവിയോട് അല്ലാഹു സലാം പറഞ്ഞെന്ന് പറയണേ. എന്നിട്ട് ഖദീജയോട് സന്തോഷ വാർത്ത അറിയിക്കണം നബിയേ. എന്താണ് സന്തോഷ വാർത്ത എന്നറിയുമോ? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സ്വർഗ്ഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരമുണ്ട് നബിയേ. അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് അല്ലാഹുവേ ഒരു മുത്തിന്റെ കൊട്ടാരമുണ്ട്. എന്തിനാ കൊടുത്തതെന്നറിയുമോ? മഴ പെയ്യുന്ന ഈ രാത്രിയില്, മഴവെള്ളത്തിൽ ഒലിച്ചു പോകുന്ന ഈ രാത്രിയില് പാപങ്ങൾ കഴുകിക്കളയാ വന്ന ഉമ്മ, നിനക്ക് കിട്ടുമോ ഉമ്മ? സ്വർഗത്തിലൊരു കൊട്ടാരം നിനക്ക് കിട്ടുമോ? എന്തിനാണ് അല്ലാഹു ഖദീജ ബീവിക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം കൊടുത്തതെന്നറിയുമോ? 25ാമത്തെ വയസ്സിലാണ് പ്രവാചകൻ വിവാഹം കഴിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന് 25 വയസ്സ്. ഭാര്യയുടെ വയസ്സ് എത്രയെന്നറിയുമോ? 40 വയസ്സായിരുന്നു ഉമ്മ. 25 വയസ്സുകാരൻ വിവാഹം കഴിച്ചത് 40 വയസ്സുള്ള ഭാര്യ. എന്തൊരു സന്തോഷമെന്നറിയോ? എന്തൊരു സന്തോഷമെന്നറിയോ? മരിക്കുന്ന കാലം വരെ റസൂലുള്ള മറന്നില്ല. ഖദീജ എന്ന് പറഞ്ഞ കണ്ണ് നിറയും പെങ്ങള്. ഖദീജ എന്ന് പറഞ്ഞ റസൂലുള്ളാന്റെ കണ്ണ് നിറയുമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. 25 കൊല്ലമാണ് രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിക്ക് സ്വർഗത്തിലൊരു കൊട്ടാരം കിട്ടാറുള്ള കാരണം എന്തെന്നറിയോ? 25 കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തിയിട്ടില്ല. 25 കൊല്ലം തന്നെക്കാലം വയസ്സ് കൂടിയ ഭാര്യ റസൂലുള്ളാന്റെ മുന്നിൽ ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. അതിനല്ല കൊടുത്ത പ്രതിഫലവാ. നിനക്കത് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? നിനക്കത് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ടും ഈ വയസ്സാം കാലത്തെങ്കിലും ഇനിയെങ്കിലും നീയൊന്ന് പരിശ്രമിക്കൂ. നിന്റെ ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്തല്ലേ, ആ മനുഷ്യനെ ഭീഷണിപ്പെടുത്തല്ലേ, ആ മനുഷ്യനെ കുറ്റപ്പെടുത്തല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവസാനം ഖദീജ ബീവിക്ക് 65 വയസ്സായി. പുതുമണവാട്ടി ഒരുങ്ങിയിരിക്കുന്നത് പോലെ കുളിച്ചൊരിഞ്ഞു നല്ല വസ്ത്രം ധരിച്ചിട്ട് വീടിന്റെ കവാടത്തിൽ നിൽക്കുകയാണ്. അതാ വരുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങൾ കിടന്നു വന്നപ്പോ കഴിക്കാ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിലേക്ക് തലകിടത്ത് വെച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാ. ഉപ്പമാരെ 65 വയസ്സാണിപ്പോ, സ്നേഹിക്കേണ്ട പ്രായവാടുപ്പാ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ടങ്ങ് ചിരിക്കുകയാണ്. എന്തേ ഖദീജ, എന്തേ ഖദീജ, യാ റസൂലല്ലാഹ്, എന്തൊരു പ്രകാശമാണ് നബിയേ, എന്ത് സൗന്ദര്യമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലോ. അവസാന ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ, പെങ്ങന്മാരെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ഈ വഅദ് കേൾക്കുന്ന ഓരോ പെണ്ണിനും പഠിക്കാനുള്ള ചരിത്രമാ. 65-ാമത്തെ വയസ്സില് പാതിരാത്രി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് കൈകളിൽ പിടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, 25 കൊല്ലമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു. ഞാൻ പോവുകയാണ് നബിയേ, ഞാൻ പോവുകയാണ് നബിയേ. അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ്. ചോദിക്കേണ്ട സമയമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് കരയുകയാണ്. കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ, കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ഖദീജ, നീ എന്നോട് സലാം പറയുകയാണോ, എന്നോട് യാത്ര പറയുകയാണോ, നീ എന്നോട് പൊരുത്തം ചോദിക്കുന്നു ഖദീജ? പറയാനൊന്നുമില്ല ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ. 25 കൊല്ലത്തെ ജീവിതത്തിന്റെ ഇടയില് ഒരു ന്യൂനത പറയാറില്ല ഖദീജ. ഒരു ഭാര്യയെ കുറിച്ച് ഭർത്താവ് പറഞ്ഞതാ, ഒരു ഭാര്യയെ കുറിച്ച് ഭർത്താവ് പറഞ്ഞതാ, നിന്നെ കുറിച്ച് പറയാനൊരു ന്യൂനതയില്ല ഖദീജ. എന്നെ നീ വിട്ടിട്ട് പോകല്ലേ, എന്നോട് പൊരുത്തം ചോദിക്കല്ലേ, നീ പോകുന്ന മരണത്തെ കുറിച്ച് പറയില്ലേ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ ചാടി എഴുന്നേറ്റ് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിക്കുകയാണ്. അവിടെന്ന് കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് 65-ാമത്തെ വയസ്സില് അല്ലാഹ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ആ ഭാര്യ ചെവിയിലൊരു രഹസ്യം പറയുകയാ, ആ ഭാര്യ ചെവിയിലൊരു രഹസ്യം പറയുകയാ. ഉമ്മ പറഞ്ഞതെന്തെന്നറിയുവോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, 3 ആഗ്രഹമുണ്ട് നബിയേ, എനിക്ക് 3 ആഗ്രഹമുണ്ടെന്ന് സാധിച്ചു തരുവോ നബിയേ? നിങ്ങൾ എന്റെ ഭർത്താവല്ലേ, എനിക്ക് 3 മോഹങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ, എന്റെ ജനാസ കുളിപ്പിക്കേണ്ടത് നിങ്ങളോ? നിങ്ങളുടെ മണിയറയിലേക്ക് കടന്നു വന്നപ്പോ പെണ്ണുങ്ങൾ എന്നെ അതാ കുളിപ്പിച്ചിട്ടാണ് കടത്തിവിട്ടത്. അതുകൊണ്ട് നിങ്ങളെ വിട്ട് പിരിയുന്ന സമയത്ത് എന്നെ നിങ്ങൾ വേണം അവസാനമായിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ. ഖദീജ ബീബി രണ്ടാമത് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് പുതയ്ക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, ഈ പുതപ്പും പുതച്ചല്ലേ നമ്മൾ കിടക്കുന്നത്, നമ്മൾ രണ്ടുപേരും പുതപ്പിന്റെ കീഴിലല്ലേ കിടക്കുന്നത്. യാ റസൂലല്ലാഹ്, ഈ കഫയ്യന്റെ മയ്യത്ത് പൊതിയുമ്പോ ഈ തുണി വെച്ച് പൊതിയണേ നബിയേ. അങ്ങയുടെ വാസനയുള്ള, അങ്ങയുടെ സുഗന്ധമുള്ള, അങ്ങയുടെ വീർപ്പിന്റെ മണമുള്ള, അങ്ങയുടെ ശരീരത്തെ ചേർന്ന് കിടന്ന ഈ പുതപ്പ് വേണം എന്റെ ശരീരത്ത് വെച്ച് പൊതിയ. ഖബറിന്റെ അകത്ത് കിടക്കുമ്പോഴും എനിക്ക് ആ സുഗന്ധം കിട്ടുമല്ലോ, എന്റെ കൂടെയുണ്ടാകുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി അവസാനമായി പറയുന്നു, നബിയേ,
6 മണ്ണിന്റെ അകത്തേക്ക് എന്റെ ജനാസ ഇറക്കി വെക്കുമ്പോ ഖബറിന്റെ അകത്തിറങ്ങിയിട്ട് എന്നെ അങ്ങയുടെ കൈകൊണ്ട് മണ്ണിലേക്ക് താഴ്ത്തി വെക്കണേ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ഭാര്യ പറയുകയാ, ഖദീജ ബീവി പറയുകയാ, അവസാനം അല്ലാഹുവേ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ ഈ ലോകത്തോട് വിട പറയുകയാണ്, ഈ ലോകത്തോട് വിട പറയുകയാ. ഉമ്മാ മയ്യത്ത് കുളിപ്പിച്ചതാരാ? ഖദീജ ബീവിയുടെ ജനാസ കുളിപ്പിച്ചതാരാ? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ അബ്നാമനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കുകയാ. ഭാഗ്യമുണ്ടോ പെണ്ണ്? നിനക്കതിനുള്ള ഭാഗ്യമുണ്ടോ പെണ്ണ്? അല്ലാഹുവിന്റെ റസൂല് മയ്യത്ത് കുളിപ്പിച്ചു. എന്നിട്ട് കഫൻ പൊതിയാ സമയമെത്തിയപ്പോ എപ്പോഴും പുതയ്ക്കുന്ന പുതപ്പെടുത്തിട്ട് റസൂലുള്ള ചുംബിക്കുകയാ. ഖദീജ ബീവിയെ പൊതിയേണ്ട പുതപ്പാടല്ലോ റസൂലുള്ള ചുംബിക്കുകയാണ്. ഒരുപാട് ചുംബിച്ചു. തന്റെ കണ്ണുനീരാ പുതപ്പിന്റെ മുകളിലേക്ക് വീഴുകയാണ്. എന്നിട്ട് തന്റെ ഖദീജാരെ എടുത്ത് പൊതിയുകയോ. അല്ലാഹുവേ, അവസാന മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് 6 മണ്ണിന്റെ അകത്തേക്ക് ജനാസ ഇറക്കുമ്പോ ഖബറിന്റെ അകത്ത് ഇറങ്ങി നിന്നിട്ട് 25 കൊല്ലം തനിക്ക് താകന തണലുമായി പടച്ചവരെ എപ്പോഴും കൂടെയുണ്ടായിരുന്ന ഖദീജ ഇത് കരങ്ങൾ കൊണ്ട് വാരികെടുത്തിട്ട് ഖദീജ ബീവിയുടെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് അവിടത്തെ 3 കെട്ടുകൾ അടിക്കുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞൊഴുകിപ്പോയി പെണ്ണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ താടി രൂപത്തിലൂടെ കണ്ണുനീരൊഴുകുകയാ. നിന്റെ ജനാസ കൊണ്ടുപോയിട്ട് ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് ഖബറിന്റെ അകത്തേക്ക് ഇറങ്ങിയിട്ട് എന്റെ ഭാര്യയുടെ കവളിന്റെ താഴെ ഒരു പിടി മണ്ണ് വെക്കെന്ന് പറയാ. കരയാതെ നിന്റെ ഭർത്താവ് വെക്കാൻ പാടില്ല. നെഞ്ചുപൊട്ടുന്ന വേദനയോട് വേണം നിന്റെ മുഖത്തൊന്ന് നോക്കാൻ പോലും കഴിയാതെ നിന്റെ ഭർത്താവ് നിന്റെ ഖബറിന്റെ മുകളിൽ മണ്ണ് വാരികിടണം. പെങ്ങളെ, അതിനു വേണ്ടി ജീവിക്കു പെങ്ങള്. ആ മനുഷ്യന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കു പെങ്ങള്. ആർക്കെങ്കിലും വേണ്ടി ചവിട്ടിത്തേക്കല്ലേ, അഭിനയിക്കല്ലേ. അല്ലാഹു തന്ന ഈ ജീവിതം അഭിനയിക്കല്ലേ. പരസ്പരം സ്നേഹിക്കപ്പെണ്ണ്, പരസ്പരം സ്നേഹിക്കപ്പെണ്ണ്. വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ജീവിക്കപ്പെണ്ണ്. അല്ലാഹുവിന്റെ പ്രവാചകർ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ജനാസ ഖബറിന്റെ അകത്തിറക്കുകയാ. അവിടെന്ന് കരഞ്ഞുകൊണ്ടാണ് ജനാസ ഇറക്കി വെച്ചതെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ പിരിയുകയാണ്. നിങ്ങളോടൊരു സദക്ക ചോദിച്ചിട്ട് പിരിയുകയാ. ഈ സദക്ക എനിക്ക് വേണ്ടിയല്ല, സംഘാടകർക്ക് വേണ്ടിയല്ല. ഇതാർക്ക് വേണ്ടിയെന്നറിയുമോ? ഈ കേരളത്തിന്റെ ജില്ലകളിലെ പടച്ചവരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും ചെളിക്കക താഴ്ന്നു പോയില്ലേ? എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് പടച്ചവനെ അതാ ക്യാമ്പുകളിൽ കഴിയുന്ന പാവങ്ങള് ഇന്നവർക്ക് ഒരുപാട് ഭക്ഷണമുണ്ട്. പടച്ചവനെ ഈ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ നിന്ന് അല്ലാഹുവേ പടച്ചവനെ എത്ര ലോഡ് കണക്കിന് ഭക്ഷണമാ പോയതെന്നറിയുവോ? ചങ്ങനാശ്ശേരി വരെ പടച്ചവനെ നിങ്ങളുടെ പരിസര പ്രദേശമായ പടന്നയിൽ നിന്ന് പോലും അല്ലാഹുവേ പെരുന്നാളിൽ നിന്ന് പോലും അവര് പോയില്ല. അൻസാരി എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഞാൻ ചോദിച്ചു വീട്ടിൽ പോകുന്നില്ലേ? ഇല്ല ഉസ്താദേ, പെരുന്നാളിന് പോലും പോകാതെ കൊണ്ടുവന്ന ഭക്ഷണപ്പൊതികളുമായിട്ട് പടച്ചവരെ കൊണ്ടു നടന്നു കൊടുക്കുകയാ. അതാ ഓരോ ദിവസവും പല പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ദിനങ്ങള് അവര് ക്യാമ്പിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന രംഗവാ. ഒരു സംഘടനകളുമില്ല, ഒരു പ്രവർത്തകരുമില്ല. വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോ ഒരു 10 കാലം സമ്പാദിച്ചത് മുഴുവനും ചെളിക്കകത്ത് മുങ്ങിക്കിടക്കുന്ന കാഴ്ചയാ. സഹിക്കാൻ കഴിയോ? ആ സമയത്ത് പടച്ചവരെയാ പാവർക്കൊരു താങ്ങാവുക. അപ്പോഴാണ് അവരെ
സഹായിക്കേണ്ടത് അതിനുവേണ്ടിയുള്ള പരിശ്രമമോ പടച്ചവരെ ചങ്ങനാശ്ശേരി പള്ളിയിൽ അല്ലാഹുവേ എവിടെ നിന്നൊക്കെയാണ് ഭക്ഷണങ്ങൾ എത്തിയത്. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്നത് പടച്ചവനെ എത്രയോ പാവങ്ങൾക്ക് കൊടുക്കാ. ഇന്ന് വാതിന് വന്നപ്പോഴും പടച്ചവര് ഈ മാട്ടൂലെന്ന് പറയുന്ന നിങ്ങളുടെ പരിസര പ്രദേശത്തുള്ള ചെറുപ്പക്കാർ ഈ സദസ്സിലാ മക്കളിരിപ്പുണ്ട്. എന്റെ കയ്യിലേക്ക് പടച്ചവര് ഒരു വലിയ എമൗണ്ട് കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എത്രയാണെന്ന് പറയണ്ട, പേര് പറയണ്ട, ഇത് ഉസ്താദ് പള്ളിയിലെ പരിസരത്ത് കിടക്കുന്ന പാവങ്ങൾക്ക് ഉസ്താദ് ഭക്ഷണം വാങ്ങിക്കൊടുത്താ മതി, അവർക്ക് കിടക്കാൻ ഒരു വിരിപ്പ് വാങ്ങിക്കൊടുത്താ മതി. പടച്ചവനെ ആ പ്രിയപ്പെട്ടവരെ കൊണ്ട് തരുമ്പോ അല്ലാഹുവേ ആ മക്കൾക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, അവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ, അവരുടെ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവരെ ഇതുപോലെയുള്ള ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ ഇതുപോലെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ പടച്ചവനെ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടിയുടെ ചിലവ് കഴിഞ്ഞ് എന്ത് ബാക്കി വന്നാൽ പടച്ചുറപ്പ് അദാബിക്കായുടെ മക്കള്, സമസ്തയുടെ മക്കള്, അല്ലാഹുവേ ആരാരുമില്ലാത്ത ഏതോ നാട്ടിൽ പോയി കിടന്നിട്ട് പാവപ്പെട്ട ഹിന്ദുവെന്ന് ക്രിസ്ത്യാനിയെന്ന് മുസ്ലിം എന്നില്ല സമസ്തയുടെ മക്കളുണ്ടല്ലോ, ഇവക്കായുടെ മക്കളുണ്ടല്ലോ. പടച്ചവനെ പാവപ്പെട്ടവന്റെ വീട് വൃത്തിയാക്കുകയാ. ഇന്ന് വരെ അവർ സ്വന്തം വീട് വൃത്തിയാക്കിയിട്ടില്ല. കാരണം ഉമ്മയും ബാപ്പയും ഭാര്യയും സഹോദരിമാരൊക്കെ ഉണ്ട്. ഇന്ന് മതം നോക്കാതെ മനുഷ്യ സ്നേഹികൾ പടച്ചവനെ ഞങ്ങളെ കഴുകിത്തരാ, ചെളി ഞങ്ങൾ കോരിത്തരാമെന്ന് പറഞ്ഞിട്ട് ആ മക്കൾ ഇന്ന് കേരളത്തിന്റെ പല പല ജില്ലകളിൽ വീട് വൃത്തിയാക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവര് അതുപോലെയുള്ള നല്ല കാര്യത്തിന് വേണ്ടി കൊടുക്കാറാ നിങ്ങളെ കൊണ്ട് കഴിയുമോ? അവർക്കൊരു താങ്ങാകാൻ കഴിയുമോ? നിങ്ങളെ കൊണ്ട് ഒരു കിറ്റെങ്കിലും പടച്ചവരെ ഒരു മെത്തയെങ്കിലും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞ എല്ലാ വെള്ളത്തിന്റെ അകത്ത് മുങ്ങിക്കിടക്കുന്ന പാവങ്ങൾക്ക് പുതയ്ക്കാനൊരു പുതപ്പെങ്കിലും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലം പറഞ്ഞു ദുആ ചെയ്യാ. അല്ലാഹു തരുന്ന പ്രതിഫലം പറഞ്ഞു ദുആ ചെയ്യാ. ഹജ്ജിന്റെ മാസമല്ലേ, എല്ലാവരും ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അല്ലാഹുവേ കഅബാലയത്തിൽ നിന്ന് തിരിച്ചു വരുന്ന രംഗവാ എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നാ. മബ്റൂറായ ഹജ്ജിന് സ്വർഗ്ഗമാണ് പ്രതിഫലം, മബ്റൂറായ ഹജ്ജിന് സ്വർഗ്ഗമാണ് പ്രതിഫലം. റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോ സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മബ്റൂറായ ഹജ്ജെന്ന് പറഞ്ഞാൽ എന്താ നബിയേ? എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹു തരുന്ന പ്രതിഫലവാ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലവാ. മബ്റൂറായ ഹജ്ജെന്ന് പറഞ്ഞാ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കല്, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നവര് ഹജ്ജിന്റെ പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഹജ്ജ് ചെയ്യുന്ന പ്രതിഫലം വേണോ? ഹജ്ജിന്റെ പ്രതിഫലം വേണോ? ഈ കൊല്ലം ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം നിനക്ക് വേണോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മഹുല്ലാഹ് മഹാനവരുടെ ചരിത്രം നമുക്കറിയുമല്ലോ. പടച്ചവരെ, ഈ കൊല്ലം ഹജ്ജിന് പോയ ഒരാളുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചില്ല. പക്ഷേ ഹജ്ജ് ചെയ്യാത്ത ഒരു മനുഷ്യന്റെ മഹത്വം കൊണ്ട് അല്ലാഹു ഹജ്ജ് സ്വീകരിച്ചു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മഹുല്ലാഹ് പടച്ചവരെ ഈ മനുഷ്യനെ തിരഞ്ഞു നടക്കുകയാണ്. ഹജ്ജിന് പോകാത്ത ഒരു മനുഷ്യന്റെ മഹത്വം കൊണ്ടാണ് സർവ്വപേരുടെയും ഹജ്ജ് സ്വീകരിച്ചത്. ആരാണെന്നറിയാ? പടച്ചവരെ കടന്നു ചെല്ലുമ്പോ ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യരാ, ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യരാ. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയുമോ? കഅബാലയം കാരണം ഹജ്ജിന് പോകണമെന്ന് വല്ലാത്ത മോഹമാണ്. പടച്ചവരെ, ചെരുപ്പ് കുത്തികെട്ട് കിട്ടുന്ന പണത്തിൽ നിന്ന് അല്പം മാറ്റിവെച്ചിട്ട് എത്രയോ കൊല്ലങ്ങൾ സ്വരൂപിക്കുകയാണ്. അവസാന പടച്ചവരെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയായിരിക്കുന്ന പെണ്ണിന് പല മോഹവുമുണ്ട്. പക്ഷേ പൈസയില്ലാത്തത് കാരണം വാങ്ങിക്കൊടുക്കാറില്ല. കാരണം ഹജ്ജിന് പോകാനുള്ള പൈസ മാത്രമേ വീടിന്റെ അകത്തുള്ളൂ. അവസാന ഹജ്ജിന് പോകാ തയ്യാറെടുക്കുമ്പോ ഗർഭിണിയായ ഭാര്യ നോക്കുമ്പോ ഒരു ദിവസം ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവേ
എനിക്ക് ഇറച്ചി കഴിക്കണമെന്ന് വല്ലാത്ത മോഹമുണ്ട്. എത്രയോ നാളുകൾ കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എനിക്ക് ഇന്ന് വരെ വാങ്ങിത്തന്നിട്ടില്ല. പക്ഷേ നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് ഇറച്ചിക്കറിയുടെ മണവടിക്കുന്നുണ്ട്. അവിടെയെങ്കിലും ചെന്നൽപ്പം ഇറച്ചിക്കറി എനിക്കൊന്ന് വാങ്ങിത്തരുവോ? ഗർഭിണിയായ ഭാര്യയുടെ ആഗ്രഹമല്ലോ. അതാ മുവഫക്കെന്ന ചെരുപ്പ് കുത്തിയായ മനുഷ്യർ അയൽവാസിയുടെ വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു, എന്റെ ഭാര്യ ഗർഭിണിയാണ്, അവൾക്ക് ഇറച്ചിക്കറി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒരൽപ്പം കറി നിങ്ങൾ തരുവോ? ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾക്കിത് കഴിക്കാ കഴിയില്ല, നിങ്ങൾക്കിത് കഴിക്കാ കഴിയില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഇറച്ചി വേണ്ട, അല്പം ചാറെങ്കിലും തരുവോ? ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾക്കിത് കഴിക്കാൻ കഴിയില്ല. ആ മനുഷ്യൻ ചോദിച്ചു, നിങ്ങളും മുസ്ലിമാ, ഞാനും മുസ്ലിമാ, നിങ്ങൾക്ക് കഴിക്കുന്ന ഇറച്ചി എനിക്ക് കഴിക്കാമല്ലോ, എന്താണ് തരാത്തതെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ മക്കള് തീമാ, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, എന്റെ മക്കൾക്ക് ഇറച്ചി കഴിക്കണമെന്ന് വല്ലാത്ത മോഹമുണ്ട്, വാങ്ങിക്കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. പടച്ചവര്, ഇന്ന് ഞാൻ നടന്നു വരുന്ന വഴിയിൽ ഒരു കോവർ കഴുത ചത്ത് കിടക്കുന്നു. ഞാൻ ഇന്ന് നടന്നു വരുന്ന വഴിയിൽ ഒരു കോവർ കഴുത ചത്ത് കിടന്നു. എന്റെ മക്കൾക്ക് ഇറച്ചിക്കറി വേണമല്ലോ. ആ കോവർ കഴുതയുടെ ഇറച്ചി കൊണ്ടുവന്നിട്ടാണ് എന്റെ വീടിന്റെ അകത്ത് എന്റെ മക്കൾക്ക് കൊടുക്കാ കറി വെക്കുന്നത്. സുബ്ഹാനല്ലാഹ്, പറയേണ്ട താമസമുണ്ടല്ലോ. ആ മനുഷ്യൻ ആ വീടിന്റെ അകത്തിരിക്കുന്ന ഇറച്ചിക്കറി എടുത്ത് എറിയുകയാണ്. എന്നിട്ട് തന്റെ വീടിന്റെ അകത്തേക്ക് ഓടിച്ചെന്നിട്ട് പതിറ്റാണ്ടുകളോളം ഹജ്ജിന് പോകുന്നതിന് വേണ്ടി കൂട്ടിവച്ചിരുന്ന പൈസ മുഴുവനും എടുക്കുകയാണ്. വീടിന്റെ വെളിയിലിറങ്ങുമ്പോ ഭാര്യ ചോദിച്ചു, എവിടെ കൊണ്ടുപോവുകയാ? അയൽവാസിക്ക് കൊടുക്കാരാ. ഇത് നിങ്ങളുടെ ഹജ്ജിന് പോകാൻ വെച്ചതല്ലേ, ഹജ്ജിന് പോകാൻ വെച്ചതല്ലേ? ആ ചെരുപ്പൂത്തിയായ മനുഷ്യൻ പറയുന്നു, പെണ്ണ്, എന്റെ പരിസരത്ത് യതീമായ മക്കള് കോവർ കഴുതയുടെ ഇറച്ചി നിന്നൊരവസ്ഥയിൽ കിടക്കുമ്പോ അവരെ സഹായിക്കാതെ ഞാൻ ഹജ്ജിന് പോയിട്ട് കാര്യമില്ല. അവരെ സഹായിക്കാതെ മക്കയിൽ പോയിട്ട് കാര്യമില്ല. മക്കയിൽ പോകുന്നതിനേക്കാലം മകത്തെ ഈ പാവങ്ങളെ സഹായിക്കല എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈസ കൊണ്ടുപോയി സദക്ക കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താ അള്ളാഹു ഹജ്ജ് ചെയ്ത പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ട് പെണ്ണന്മാരെ, രണ്ട് അള്ളാഹു നിനക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മരിക്കുന്നതിന് മുമ്പ് നിനക്കൊന്ന് പോകണ്ടേ? അറഫാ മൈതാനയിൽ അല്ലാഹുവേ ലക്ഷക്കണക്കിന് ഹാജിമാർ ഒരുമിച്ച് കൂടുമ്പോ അറഫയിൽ നിന്നൊന്ന് കരയണ്ട്, അവിടെ നിന്നുകൊണ്ടൊന്ന് ദുആ ചെയ്യണ്ട്. പെങ്ങളെ, നിനക്ക് അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകും. മൂന്നാമത്തെ പ്രതിഫലം പറഞ്ഞു പിരിയാ. ഖദീജ ബീവിയുടെ മയ്യത്ത് ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചു. അല്ലാഹുവിന്റെ റസൂല് മണ്ണ് വാരി, ഒരു പിടി മണ്ണ് വാരിയിട്ട് ഖബറിന്റെ താഴെ വെച്ചു. സുബ്ഹാനല്ലാഹ്, ഖബറില് മണ്ണ് തൊടുന്നില്ല, ഖബറില് മണ്ണ് തൊടുന്നില്ല. എന്താണ് കാരണമെന്നറിയില്ല. അവസാനം അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ നിൽക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടെന്ന് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, മണ്ണ് തൊടൂല നബിയേ, ഖദീജാന മണ്ണ് തൊടൂല നബിയേ. കാരണം എന്തെന്നറിയുവോ? വല്ലാത്ത പണക്കാരിയായിരുന്നു ഖദീജ, കോടീശ്വരിയായിരുന്നു ഖദീജ. എല്ലാ ദീനിന് കൊടുത്തവളാ, പാപങ്ങൾക്ക് കൊടുത്തവളാ, എല്ലാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തവളാണ്. അതുകൊണ്ട് ഖദീജാന മണ്ണ് തൊടൂല നബിയേ എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുമ്പോ, ഹജ്ജ് ചെയ്ത പ്രതിഫലം വേണോ? ഹജ്ജിന് പോകാനുള്ള തൗഫീക്ക് വേണോ? മണ്ണ് തിന്നാതെ ഖബറിന്റെ അകത്ത് കിടക്കണോ?
പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ